So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് ജസ്റ്റ് എ ബേസിക് ടോപ്പിക്, ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് പോലെയാണ്. സ്ട്രാറ്റജീസ് ഫോർ ദി എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. സോ ഇവിടെ നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറെ ബേസിക് സ്ട്രാറ്റജീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ പോപ്പുലേഷൻ, ലോകത്തുള്ള പോപ്പുലേഷൻ വളരെ ക്രമാതീതമായി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ മോർ ദാൻ 7.5 ബില്യൺ ആണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഒരു വലിയ പോപ്പുലേഷനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ നടക്കണം. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പോലെയുള്ള പോവർട്ടിയും സ്റ്റാർവേഷനും ഫാമിലിയും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കും. സോ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അത് പണ്ട് മുതലേ എന്താണ്, ഒരു കമ്മ്യൂണിറ്റീനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, പിന്നെ അതുപോലെ പ്ലാന്റ് ബ്രീഡിങ്, ഇവയൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എന്നാണ് മനുഷ്യർ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത്, അന്ന് മുതലേ ഈ ഒരു ആനിമൽ ഹസ്ബൻഡറി പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സയൻസിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണം പുതിയ ടെക്നിക്സ് ആയ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, ടിഷ്യൂ കൾച്ചർ, ഇങ്ങനത്തെ ഒക്കെ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനെ വീണ്ടും എൻഹാൻസ് ആണ് ചെയ്തത്. സോ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി അഗ്രികൾച്ചർ പ്രാക്ടീസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് ലൈവ് സ്റ്റോക്ക്. ലൈവ് സ്റ്റോക്കിന്റെ ബ്രീഡിങ്ങിനെയും റേസിംഗിനെയാണ് നമ്മൾ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. സോ ഇവിടെ ആനിമൽ ഹസ്ബൻഡറിയിൽ ഒത്തിരി ടൈപ്സ് ആനിമൽസിന് നമ്മൾ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈഫ് സ്റ്റോക്ക് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ബഫലോസ്, കൗസ്, പിഗ്സ്, ഹോഴ്സസ്, കാറ്റിൽ, ഷീപ്പ്, കാമൽസ്, ഗോട്ട്സ്, ഇവയൊക്കെ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ ആ ഒരു സെക്ടറിൽ വരുന്ന മൃഗങ്ങളാണ്. അതോടൊപ്പം തന്നെ കുറെ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പോൾട്രി ഫാമിംഗ്, പിന്നെ ഈവൻ ഫിഷറീസ്, പോൾട്രി ഫാമിങ്ങും ഫിഷറീസും ഒക്കെ ആനിമൽ ഹസ്ബൻഡറിന്റെ അടിയിൽ തന്നെ വരുന്ന ഓരോ ഭാഗങ്ങളാണ്. സോ എന്താണ് ആനിമൽ ഹസ്ബൻഡറി നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ ഇസ് ആനിമൽ ഹസ്ബൻഡറി സോ ഇമ്പോർട്ടന്റ് ഫോർ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ, എന്താണ് നമുക്ക് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് സച്ച് ആസ് മിൽക്ക്, എഗ്സ്, മീറ്റ്, ഹണി, അതോടൊപ്പം തന്നെ കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൂൾ, സിൽക്ക്, ഇതൊക്കെ ആനിമൽ ഹസ്ബൻഡറിയിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ്. സോ ഇന്ത്യയും ചൈനയുമാണ് വേൾഡ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷന്റെ ഓൾമോസ്റ്റ് 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ വേൾഡ്സ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ചൈന ഇസ് അറൌണ്ട് 70%. പക്ഷെ ഇത്രയും ഒരു വലിയ പോപ്പുലേഷൻ, ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഇന്ത്യയിലും ചൈനയിലും ഉണ്ടെങ്കിലും അതിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വെറും 25% ആണ്. അതായത് വേൾഡിലെ ടോട്ടൽ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷനിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് വെറും 25% ആണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്നത്. സോ ഇതിന്റെ അർത്ഥം ഇന്ത്യയിലും ചൈനയിലും ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടെങ്കിലും, ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഉണ്ടെങ്കിലും, അവർക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയും അതിന്റെ എമൗണ്ടും വളരെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷന്റെ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കൺവെൻഷണൽ പ്രാക്ടീസസിനോടൊപ്പം തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന ഒരു സെക്ടറാണ് ഡയറി ഫാം മാനേജ്മെന്റ്. സോ ഡയറി ഫാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് മാനേജിങ് ആനിമൽസ് ഫോർ മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. മിൽക്കിനും മെയിൻലി മിൽക്ക് പ്രൊഡ്യൂസിങ് ആനിമൽസിന്റെ ആ ഒരു ബ്രീഡിങ് ആൻഡ് റെയറിംഗിനെയാണ് നമ്മൾ ഡയറി ഫാം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ഡയറി ഫാമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ആണ് കൗസ്, ബഫലോസ്, ഗോട്ട്സ്. അപ്പം ഒത്തിരി ബ്രീഡ്സ് ഓഫ് കൗസ് നമ്മൾ ഡയറി ഫാമിംഗ് മാനേജ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോൾസ്റ്റെയിൻ, ജേഴ്സി, ഗേൺസി എന്നൊക്കെ പറഞ്ഞ ബ്രീഡ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബഫലോസിനും ഗോട്ട്സിനും അവയുടേതായ കുറെ ബ്രീഡ്സ് റെയർ ചെയ്യാറുണ്ട്. ദിസ് ആർ ലൈക് വെരി ബേസിക് ഇൻട്രൊഡക്ഷൻസ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നുള്ളൂ. അപ്പം മിൽക്കിന്റെ ഡയറി ഫാം മാനേജ്മെന്റ് വഴി കിട്ടുന്ന മിൽക്കും അതോടൊപ്പം തന്നെ മിൽക്കിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സും ഉണ്ട്. സച്ച് ആസ് ബട്ടർ, ചീസ്, യോഗർട്ട്, ഐസ്ക്രീം, ഗീ, ക്രീം, ഇവയൊക്കെ നമുക്ക് ഫാമേഴ്സിന് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ്, വിച്ച് വുഡ് ബി സോൾഡ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഇസ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദം. അപ്പം ഒരു ഡയറി ഫാം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയറി ഫാം നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, കുറെ ആസ്പെക്ട്സ് ഉണ്ടാവും. അതാണ് ഇവിടെ ഞാനിങ്ങനെ ബ്രീഫായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ബ്രീഡ് സെലക്ഷൻ.
അപ്പം ആദ്യമായിട്ട് അതായതിന്റെ ഏറ്റവും ആദ്യം നമ്മൾ ഡയറി ഫാം നടത്തുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാട്ട് വി നീഡ് ടു കൺസിഡർ ഇസ് നമ്മൾ ഏത് ബ്രീഡിനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പം ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടാവും. ഹൈ ഈൽഡിങ് ആയിരിക്കണം, പിന്നെ അതോടൊപ്പം തന്നെ ഡിസീസിനോട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, പിന്നെ നമ്മൾ വളർത്തുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസിനോട് അവർക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റണം. സോ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് വേറൊരു ആസ്പെക്ട് ആണ് ഹൗസിംഗ് ആൻഡ് ഹൈജീൻ. അതായത് ഈ ഇവയൊക്കെ ലൈഫ് സ്റ്റോക്കിനൊക്കെ വളർത്തണമെങ്കിൽ വി നീഡ് ടു ഹാവ് വെൽ മെയിൻറ്റെയിൻ ഹൗസിംഗ് ഫെസിലിറ്റീസ്, adequate water supply, and also disease prevention measures. പിന്നെ ഫീഡിംഗ് പ്രാക്ടീസസ്, അതായത് ഇവരെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് യു നീഡ് ടു ഫോളോ സയന്റിഫിക് ഫീഡിംഗ് റെജിമെൻ. കെയർഫുൾ ആയിട്ട് പ്രോപ്പർ ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫീഡായിരിക്കും നമുക്ക് കൊടുക്കേണ്ടത്. മാത്രമല്ല ഈ ഫീഡിലൊന്നും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. Then again, cleanliness and hygiene, very important aspect of livestock management. So stringent cleanliness ഉണ്ടായിരിക്കണം and hygiene during milking, storage and transport. Milking, storage and transport എല്ലാ ആസ്പെക്ട്സിൽ നമ്മൾ ക്ലെൻലിനെസ്സും ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതോടൊപ്പം ഇപ്പം വരുന്ന ഡയറി ഫാംസും ഒക്കെ എന്താണ്, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള കോണ്ടാക്ട് കുറച്ച് കൂടുതലും മെക്കാനൈസേഷൻ ആണ് നടത്തി വരുന്നത്. സോ ദാറ്റ് ആനിമൽസിൽ നിന്ന് മനുഷ്യർക്ക് അങ്ങനെ രോഗങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ആൻഡ് ഇൻസ്പെക്ഷൻ നടത്തണം, അതായത് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടായിരിക്കണം. ഓൾസോ ഇതിന് ഗുണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജസ് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി വെറ്റിനറി കെയർ, അതായത് ഒരു വെറ്റിനറി ഡോക്ടറിന് മാൻഡേറ്ററി ആയിട്ട് റെഗുലർ വിസിറ്റ്സ് ഉണ്ടായിരിക്കണം ഈ ഡയറി ഫാമിലോട്ടൊക്കെ. സോ ഇതൊക്കെ നമ്മൾ പരിഗണിച്ച് ഇതൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡയറി ഫാം നടത്താൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന വേറൊരു ടെക്നിക്കാണ് പോൾട്രി ഫാം. സോ പോൾട്രി ഫാം എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ് യൂസ്ഡ് ഫോർ ഫുഡ് ഓർ എഗ്സ് ഇൻക്ലൂഡിംഗ് ചിക്കൻ, ഡക്സ്, ടർക്കീസ് ആൻഡ് ഗീസ്. ഒരു പോൾട്രി ഫാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വളർത്തുന്നത് ചിക്കൻ ആൻഡ് ഡക്സ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ടർക്കി, ഗീസ് പോലത്തെ ബേർഡ്സിനെ നമ്മൾ വളർത്താറുണ്ട്. സോ ഇവിടെയും ഒരു പോൾട്രി ഫാം നടത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഡയറി ഫാം മാനേജ്മെന്റിലെ പോലെ തന്നെ നമ്മൾ ഇത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബ്രീഡ് സെലക്ഷൻ, ഫാം കണ്ടീഷൻസ്, ഫീഡ് ആൻഡ് വാട്ടർ സപ്ലൈ, ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ. സോ ബ്രീഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസീസ് ഒന്നും അധിക രോഗങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കാത്തതും പിന്നെ ഡിസീസിനോടൊക്കെ റെസിസ്റ്റൻസ് ഉള്ള ബ്രീഡ്സ് ആയിരിക്കണം. മാത്രമല്ല ഹൈ ഈൽഡിംഗ് ബ്രീഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ പ്രോപ്പർ ആൻഡ് സേഫ് കണ്ടീഷൻസ്, പിന്നെ പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ ഉണ്ടായിരിക്കണം. ഓൾസോ ഹൈജീൻ ആൻഡ് ഹെൽത്ത് നമ്മൾ ഈ പൗൾട്രി ഫാം നടത്തുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യണം. സോ ആനിമൽ ഹാൻഡ്ലിംഗിൽ അതായത് ആനിമൽ ബ്രീഡിംഗിൽ വരുന്നതാണ് മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് yield ആൻഡ് ഇംപ്രൂവിംഗ് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദി പ്രൊഡ്യൂസ്. ആനിമൽ ബ്രീഡിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമലിനെ ബ്രീഡ് ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ലൈഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ പൗൾട്രി, ഇതിനൊക്കെ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്ക് ഹൈ ഈൽഡ് കിട്ടണം. ഓൾസോ ആ ഈൽഡിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം. അപ്പം എങ്ങനെയാണ് ഒരു ബ്രീഡിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആനിമൽ ബ്രീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു പൗൾട്രി ആൻഡ് ലൈഫ് സ്റ്റോക്ക്. ഫോർ എക്സാമ്പിൾ ഡയറി ആനിമൽസ് ആണെങ്കിൽ നമ്മൾ മിൽക്ക് പ്രൊഡക്ഷൻ, അതായത് നല്ല ക്വാളിറ്റിയിലും ആവശ്യത്തിന് കൂടുതൽ ക്വാണ്ടിറ്റിയിലും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് അല്ലെ ബ്രീഡിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ മീറ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ഡിസീസ് റെസിസ്റ്റൻസ്, അഡാപ്റ്റബിലിറ്റി ടു ക്ലൈമറ്റ്, റീപ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, ഇതിനെയൊക്കെ പരിഗണിച്ചിട്ട് ഇതിലൊക്കെ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രീഡിനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രീഡിങ് നടത്തുന്നത്. സോ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് എ ബ്രീഡ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെന്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ്, സൈസ്, കൺഫിഗറേഷൻ എക്സെട്ര. ഒന്നുമില്ല, ഒരേപോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് പറയുന്നത്. സോ ഒരു കൗവില് തന്നെ ഒത്തിരി ബ്രീഡ്സ് ഉണ്ടാവും. അപ്പം ആ ബ്രീഡിനൊക്കെ അവരുടേതായ കുറെ പ്രത്യേകതകൾ ഉണ്ടാവും. ഇന്ത്യന്റെ കേസിൽ ഇന്ത്യൻ കാറ്റിൽ ബ്രീഡിനെ നമുക്ക് മൂന്നായിട്ട് ഗ്രൂപ്പ് ആക്കാം, മൂന്ന് ക്ലാസിഫിക്കേഷൻ നടത്താം. ഫസ്റ്റ് വൺ ഇസ് ഡയറി ബ്രീഡ്സ് അല്ലെങ്കിൽ മിൽച്ച് ബ്രീഡ്സ്, പിന്നെ ഡ്രോട്ട് ബ്രീഡ്സ് ആൻഡ് ഫൈനലി ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. ഡയറി ബ്രീഡ്സ് എന്ന് പറയുമ്പം ഇവര് കൂടുതലും മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള കാറ്റിൽസ് ആയിരിക്കും. പക്ഷെ ഇവരുടെ
ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടാവില്ല. അതായത് ചില കാറ്റൽസിനൊക്കെ നമ്മൾ കൂടുതലും ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് നില ഉഴുതാനും അങ്ങനത്തെ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷെ ഡയറി ബ്രീഡ്സ് അങ്ങനത്തെ ഗ്രൂപ്പ് അല്ല. ഡയറി ബ്രീഡ്സ് കൂടുതലും മിൽക്ക് ഈൽഡേഴ്സ് ആണ്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് അങ്ങനെ വളർച്ചേന്റെ കാലത്തൊന്നും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല. സോ നേരെ ഓപ്പോസിറ്റ് ആണ് ഡ്രോട്ട് ബ്രീഡ്സ്. ഡ്രോട്ട് ബ്രീഡ്സ് എന്ന് പറയുമ്പം അവരധികം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. പകരം അവർ കൂടുതലും വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ ലേബറിന് വേണ്ടിയിട്ടാണ് ഇവയെ യൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് വരുന്ന ഗ്രൂപ്പാണ് ഡുവൽ പേർപ്പസ് ബ്രീഡ്സ്. ഡുവൽ പേർപ്പസ് ബ്രീഡ്സ് എന്ന് പറയുമ്പോൾ ഇവർ അത്യാവശ്യം മിൽക്കും പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഫിസിക്കൽ ലേബർ പെർഫോം ചെയ്യാനും ഇവയെ യൂസ് ചെയ്യാറുണ്ട്. ഇവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഡുവൽ പേർപ്പസ് ബ്രീഡ്സിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയറി ബ്രീഡ്സിന്റെയും ഡ്രോട്ട് ബ്രീഡ്സിന്റെയും ഇടയിലാണ് വരുന്നത്. ഇപ്പം ഇന്ത്യയിലുള്ള ഇൻഡിജിനസ് ഡയറി ബ്രീഡ്സ് ഓഫ് കാറ്റിൽ ആണ് ഗിർ, റെഡ് സിന്ധി, സഹിവാൾ ഒക്കെ. അപ്പൊ ഇതൊക്കെ ഇന്ത്യയിൽ ആദ്യം മുതലേ കാണുന്ന ബ്രീഡ്സ് ആയിരുന്നു. പിന്നെ ഇൻഡിജിനസ് ഡ്രോട്ട് ബ്രീഡ്സ് ഓഫ് കാറ്റിൽ ഇൻ ഇന്ത്യ, ഹല്ലിക്കോ, അമൃത് മഹൽ, ഖില്ലാരി, കങ്കയം. ദെൻ ഇൻഡിജിനസ് ഡുവൽ പേർപ്പസ് ബ്രീഡ്സ് ഓഫ് കാറ്റിൽ, അതായത് ഡ്രോട്ടിന്റെയും ഡയറി കാറ്റിൽസിന്റെയും ഇടയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഉള്ള കാറ്റിൽസിനാണ് ഡുവൽ പേർപ്പസ് ബ്രീഡ്സ് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾസ് ആണ് തർപ്പക്കാർ, ഹരിയാന, കങ്ക്രജ്, ഒങ്കോളെ, ഡിയോണി. പിന്നെ വേറെ കൺട്രീസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളർത്തുന്ന എക്സോട്ടിക് ഡയറി ബ്രീഡ്സ് ഉണ്ട്. യു ഹാവ് ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രൈസൻ, ബ്രൗൺ സ്വിസ്, ഐർഷയർ ആൻഡ് റെഡ് ഡെയിൻ. അപ്പം ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കുക, ബിക്കോസ് ഇതൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസിന് വന്നേക്കാം ഏതൊക്കെയാണ് ബ്രീഡ്സ് എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ യു ഹാവ് ഓൾസോ ഇൻഡിജിനസ് ബഫലോ ബ്രീഡ്സ് ഇന്ത്യയിൽ. യു ഹാവ് മുറ, സൂർത്തി, ജഫ്രബാഡി, ബദാവരി, നീലി രവി, നാഗ്പൂരി ആൻഡ് തോഡ. പിന്നെ അതേപോലെ നമുക്ക് ഇന്ത്യയിൽ കുറെ കോമൺ ആയിട്ടുള്ള പൗൾട്രി ബ്രീഡ്സ് ഉണ്ട്. അപ്പൊ പൗൾട്രി ബ്രീഡ്സിൽ പേർപ്പസുകൾ വേറെയാണ്. ചിലതിന് നമ്മള് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്, ചിലത് കൂടുതലും എഗ്ഗിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചിലത് ഡുവൽ പേർപ്പസ് രണ്ടിനും വളർത്താറുണ്ട്. അപ്പം മീറ്റിന് വേണ്ടി വളർത്തുന്നതാണ് കടക്നാഥ്, അസീൽ ഒക്കെ. ദെൻ എഗ്ഗിന് വേണ്ടിയിട്ട്, മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്നതാണ് വൈറ്റ് ലഗോൺ, കാരി നിർബീക്. ദെൻ ഡുവൽ പേർപ്പസ് രണ്ടിനും വേണ്ടിയിട്ട് പൗൾട്രി ഫാമിൽ വളർത്തുന്ന ഗ്രൂപ്പ്സ് ആണ് വനരാജ, ഗ്രാമപ്രിയ, റോഡ് ഐലൻഡ് റെഡ്, ബ്ലാക്ക് ഓസ്ട്രലോബ്, ബ്രഹ്മ ആൻഡ് നിക്കോബരി. അപ്പം ഇത് ഇന്ത്യയിൽ വളർത്തുന്ന കൂടുതലും കോമൺ ആയിട്ട് കാണുന്ന ഗ്രൂപ്പ്സ് ആണ്. ഞാൻ കേരളേണ്ടത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ അത് ഹോംവർക്ക് ആയിട്ട് ഗൂഗിൾ ചെയ്യുക, കേരളത്തിൽ ഏതൊക്കെയാണ് ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ളതെന്നൊക്കെ നോക്കി വെക്കുക. പിന്നെ നമ്മൾ ആനിമൽ ബ്രീഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് ഇൻബ്രീഡിങ്. ഇൻബ്രീഡിങ് എന്ന് പറയുമ്പം ഒരു ബ്രീഡില് സെയിം ബ്രീഡിലുള്ള വളരെ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസിനെ നമ്മള് മീറ്റിംഗ് നടത്തിപ്പിക്കും. എന്നിട്ട് അവരിന്ന് നമ്മള് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഇൻബ്രീഡിംഗ് എന്ന് പറയാം. അതായത് വളരെ ബന്ധുക്കളെ പോലെ, അതായത് കസിൻസ്, ആ ഒരു റിലേഷൻ വരുന്ന ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. ഇപ്പൊ ഒരു 4 മുതൽ 6 ജനറേഷൻസ് വരെ നമ്മൾ എന്താണ് അടുത്തടുത്ത് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഇതെന്ത് ഇൻബ്രീഡിങ് ചെയ്യുന്ന വെച്ചാല് ഭയങ്കര സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. അപ്പം ഇൻബ്രീഡിങ് എങ്ങനെ ചെയ്യുന്ന വെച്ചാല് ഒരു ബ്രീഡിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ, ഒരു ആനിമൽ ഫാമിലുള്ള നല്ല അത്യാവശ്യം സുപ്പീരിയർ ആയിട്ട് ക്വാളിറ്റീസ് കാണിക്കുന്ന മെയിൽസിനെയും ഫീമെയിൽസിനെയും സെലക്ട് ചെയ്യും. എന്നിട്ട് അവര് തമ്മിൽ തന്നെ നമ്മൾ മേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം അതിന്ന് കിട്ടുന്ന പ്രോജനീസ്, ഓഫ് സ്പ്രിങ്സിന് നമ്മൾ പ്രോജനി എന്നാണ് പറയാം. എന്നിട്ട് ഈ പ്രോജനിന്ന് എന്താണ് അവരുടെ ഇടയിലും ഏറ്റവും നല്ല ക്വാളിറ്റീസ് കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് അവരെ തമ്മിൽ വീണ്ടും മേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഇങ്ങനെ സെലക്ഷൻ ചെയ്യുന്നതിന് അടിസ്ഥാനം എന്താ വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി സച്ച് മിൽക്ക് പ്രൊഡക്ഷൻ, പിന്നെ ബുൾസിനാണെങ്കിൽ നല്ല ഫിസിക്കൽ പവർ ഒക്കെ ഉള്ളത്, ഇവരൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മീറ്റിംഗ് നടത്തുന്നത്. അപ്പം ഇൻബ്രീഡിങ്ങിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് നമുക്ക് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഹോമോസൈഗോസിറ്റി എന്ന് പറഞ്ഞാല് ഇൻബ്രീഡിങ് വഴി ഉണ്ടാകുന്ന എല്ലാ പ്രോജനി അല്ലെങ്കിൽ എല്ലാ ഓഫ് സ്പ്രിങ്സിനും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കും. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഹൈ ലെവൽസ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാവർക്കും നല്ല ഫിസിക്കൽ പവർ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഇതിനാണ് നമ്മൾ ഹോമോസൈഗോസിറ്റി എന്ന് പറയുന്നത്. ഒരേപോലത്തെ ജനറ്റിക് ക്യാരക്ടേഴ്സ് കാണിക്കുക.
പിന്നെ അതേപോലെ പ്യൂർ ലൈൻസിനെ ഡെവലപ്പ് ചെയ്യാം ആൻഡ് സുപ്പീരിയർ ജീൻസിന്റെ അക്യുമുലേഷൻ നടത്തും. അതായത് അവരുടെ ജനിതക ഘടനയിൽ ഇൻബ്രീഡിംഗ് വഴി ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ജീൻസ് ഒക്കെ അവരുടെ സെൽസിൽ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഇൻബ്രീഡിങ്ങിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഇൻബ്രീഡിങ് ചെയ്ത്, അതായത് ഒരേ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ച പ്രശ്നം എന്ന് വെച്ചാൽ കുറെ തലമുറകൾക്ക് ശേഷം അവരുടെ ജനറ്റിക് സ്ട്രക്ചറുള്ള ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള റിസസീവ് അലീൽസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾ പൊതുവെ ഇൻബ്രീഡിങ് അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫാമിലി ഹ്യൂമൻ പോപ്പുലേഷനിൽ തന്നെ കസിൻസ് തമ്മിൽ മാരേജ് നടത്താറുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം പൊതുവെ കാണുന്നതാണ് കുട്ടികളിൽ എന്തെങ്കിലും ജനറ്റിക് മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാല് അടുത്തടുത്ത് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നമ്മൾ മേറ്റ് ചെയ്യുമ്പം അവർക്ക് രണ്ട് പേരുടെയും ജനറ്റിക് സ്ട്രക്ചറിൽ ആവശ്യമില്ലാത്ത കുറച്ച് ജീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ജീൻസ് ഉണ്ടാവും. ഇത് തമ്മിൽ രണ്ടും കൂടെ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യും. സോ ഇതിനാണ് നമ്മൾ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നിച്ച് കുറെ നമ്മൾ ഇൻബ്രീഡ് ചെയ്ത് വരുമ്പം വരുന്ന ഒരു കണ്ടീഷനാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. സോ ഇൻബ്രീഡിങ് ഡിപ്രഷൻ കാരണം ഫെർട്ടിലിറ്റി ഒക്കെ കുറയും, ഓൾസോ പ്രൊഡക്ടിവിറ്റിയും കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇൻബ്രീഡിങ് പറഞ്ഞത് എന്താണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പിന്നെ സുപ്പീരിയർ ക്വാളിറ്റി ഒക്കെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇൻബ്രീഡിങ് ചെയ്യുന്നതാണ്. പക്ഷെ കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് ചെയ്തുകൊണ്ടിരുന്നാൽ ദിസ് വുഡ് ലീഡ് ടു ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അപ്പം ഫെർട്ടിലിറ്റി കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും. സോ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഔട്ട് ബ്രീഡിങ് ചെയ്യും. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് അല്ലാത്ത ആനിമൽസ് തമ്മിൽ നമ്മൾ മീറ്റിംഗ് നടത്തും. സോ ദിസ് ക്യാൻ ബി മിറ്റിഗേറ്റഡ് ബൈ ഔട്ട് ബ്രീഡിംഗ് വിത്ത് അൺറിലേറ്റഡ് സുപ്പീരിയർ ആനിമൽസ് ഓഫ് ദി സെയിം ബ്രീഡ്. ഒരേ ബ്രീഡിലുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള സുപ്പീരിയർ ആനിമൽസ് തമ്മിൽ നമ്മൾ മേറ്റ് ചെയ്യും. അപ്പം ദിസ് ഇസ് നോൺ ആസ് ഔട്ട് ബ്രീഡിംഗ്. അങ്ങനെ നമുക്ക് എന്താണ് ഫെർട്ടിലിറ്റി റിസ്റ്റോർ ചെയ്യാം, പുതിയ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അങ്ങനെ ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെ വരുന്ന വേറെ ഇതാണ് ഔട്ട് ബ്രീഡിംഗ്. സോ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബ്രീഡ്സ്. സോ ദിസ് ഹെൽപ്സ് ഇൻട്രൊഡ്യൂസ് ന്യൂ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് അവോയ്ഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പം ഔട്ട് ബ്രീഡിംഗിൽ 3 ടൈപ്പ് ഉണ്ട്. യു ഹാവ് ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഔട്ട് ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഇൻബ്രീഡിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബ്രീഡിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ദി സെയിം ബ്രീഡ് ഫോർ 4 to 6 ജനറേഷൻ, 4 മുതൽ 6 ജനറേഷനിലോളം എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ തമ്മിൽ ഇൻബ്രീഡ് ചെയ്യിപ്പിക്കും. ഔട്ട് ക്രോസിംഗ് എന്ന് പറയുമ്പോൾ 4 to 6 ജനറേഷൻസ് ആയിട്ട് ഇവർക്കൊന്നും കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് ഇല്ല. അപ്പം ഇവർ അത്യാവശ്യം ഡിസ്റ്റന്റ് ആണ്, ഇവർ തമ്മിൽ വലിയ റിലേഷൻ ഇല്ല. അപ്പം ഒരേ ബ്രീഡത്തെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് തമ്മിൽ മേറ്റ് ചെയ്യും, പക്ഷെ they have no common ancestors for 4 to 6 generation. ഇതിനാണ് നമ്മൾ ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ബ്രീഡ്സ് തമ്മിൽ ബ്രീഡ് ചെയ്യുക, പേരിൽ തന്നെ. ആൻഡ് ഫൈനലി ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർസ്പെസിഫിക് എന്ന് പറയുമ്പോൾ 2 സ്പീഷീസ് തമ്മിൽ, ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ നടത്തുന്ന മീറ്റിംഗിനെയാണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. The first one is outcrossing. ഔട്ട്ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഒരേ ബ്രീഡത്തെ ആനിമൽസ് തമ്മിൽ തന്നെ മീറ്റിംഗ് നടത്തുക, പക്ഷെ അവരുടെ ആൻസിസ്റ്റേഴ്സിന്, അതായത് 4 to 6 ജനറേഷൻസ് ആയിട്ട് അവർക്ക് കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഔട്ട്ക്രോസിംഗ് വഴി ഉണ്ടാക്കുന്ന പ്രോജനീസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിനാണ് നമ്മൾ ഔട്ട്ക്രോസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഔട്ട്ക്രോസിംഗ് ബെസ്റ്റ് ഫോർ ആനിമൽസ് ബിലോ ആവറേജ് ഇൻ പ്രൊഡക്ടിവിറ്റി. പിന്നെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ക്രോസിംഗ് ആണ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നതാണ് ക്രോസ് ബ്രീഡിംഗ്. സോ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ 2 ബ്രീഡിലെ ഡിഫറെന്റ് ബ്രീഡ്സിന്റെ ആനിമൽസ് തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം ഒരു ബ്രീഡത്തെ സുപ്പീരിയർ മെയിൽസും പിന്നെ വേറൊരു ബ്രീഡത്തെ സുപ്പീരിയർ ഫീമെയിൽസ് നമ്മൾ മേറ്റ് ചെയ്യിപ്പിക്കും. ഇത് കാരണം ഇത് വഴി എന്താണ് 2 ബ്രീഡത്തെയും സുപ്പീരിയർ ക്വാളിറ്റീസ് നമുക്ക് കിട്ടും നമ്മുടെ ഓഫ്സ്പ്രിങ്സിന്. അപ്പം ഈ പ്രോജനിനെ നമ്മൾ ഹൈബ്രിഡ് ആനിമൽസ് എന്നാണ് വിളിക്കുക. ഈ ഹൈബ്രിഡ് ആനിമൽസ് എന്താണ് ഭയങ്കര സുപ്പീരിയർ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇവരെ നമ്മൾ കമേഴ്ഷ്യൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യും. ആൻഡ് ചില സമയങ്ങളിൽ ഇങ്ങനെ ക്രോസ് ബ്രീഡിംഗ് വഴി കിട്ടിയ പ്രോജനിനെ നമ്മൾ വീണ്ടും ഇൻബ്രീഡ് ചെയ്യിപ്പിക്കും. അപ്പം ഇങ്ങനെ ഇൻബ്രീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടും. ഇൻബ്രീഡിംഗ് വഴി വരുന്ന എല്ലാ പ്രോജനിക്കും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും.
അപ്പൊ ആദ്യം ക്രോസ് ബ്രീഡ് ചെയ്യും, എന്നിട്ട് അതിനുശേഷം ക്രോസ് ബ്രീഡ് ചെയ്ത് കിട്ടുന്ന ഹൈബ്രിഡിനെ നമ്മൾ ഒന്നും കൂടി ഇൻബ്രീഡ് ചെയ്യും. ഇതും ഫോളോ ചെയ്യാറുണ്ട്. സോ ദിസ് എയിം ഇസ് ടു ക്രിയേറ്റ് ബ്രീഡ്സ് സുപ്പീരിയർ ടു എക്സിസ്റ്റിംഗ് വൺസ്. അപ്പം ഒത്തിരി ന്യൂ ആനിമൽ ബ്രീഡ്സ് ക്രോസ് ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഹിസർദൽ അല്ലെങ്കിൽ ഹിസർഡെയിൽ. ഹിസർഡെയിൽ എന്ന് പറഞ്ഞ ഷീപ്പിനെ നമ്മൾ പഞ്ചാബിൽ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ബിക്കനേരി ഇവീസിനെയും മെരീനോ റാംസിനെയും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ്. ബിക്കനേരി ഇവീസും മെരീനോ റാംസും രണ്ട് ഡിഫറെന്റ് ബ്രീഡ്സ് ആണ്. ഈ രണ്ട് ബ്രീഡ്സിന്റെയും സുപ്പീരിയർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് സെലക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് കിട്ടിയ പുതിയൊരു ബ്രീഡാണ് ഹിസർദൽ. ഓക്കെ, മൂന്നാമത്തതാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ്, റിലേറ്റഡ് സ്പീഷീസ് ആയിരിക്കും, അവര് തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം ചില കേസസിൽ രണ്ട് സ്പീഷീസത്തെയും ക്യാരക്ടേഴ്സ് നമുക്ക് ആവശ്യമുള്ള ഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ പ്രോജനീസ് കാണിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് മ്യൂൾ. മ്യൂൾ എന്ന് പറയുന്നത് കിട്ടിയത് ഒരു ഡോങ്കിനെയും ഹോഴ്സിനെയും ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് മ്യൂൾസിനെ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ദി ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിംഗ് എ മെയിൽ ഡോങ്കി. ഒരു മെയിൽ ഡോങ്കിനെ ഫീമെയിൽ ഹോഴ്സുമായിട്ട് മേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് മ്യൂളിനെ കിട്ടുന്നത്. അപ്പം ചില കേസസിൽ മ്യൂൾസിന് ഫെർട്ടിലിറ്റി ഒന്നും ഉണ്ടാവാറില്ല, ഇവർക്ക് പുതിയ ഓഫറിങ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആയതുകൊണ്ട് എന്താണ് അവർക്ക് വരുന്ന പ്രോജനീസിന് ഫെർട്ടിലിറ്റി ഉണ്ടാവണമെന്നില്ല. കൂടുതലും ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ ടെക്നിക് വഴിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് മെയിൽസിന്റെ സ്പേമും ഫീമെയിൽസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം രണ്ട് സ്പീഷീസ് ആണ്, അപ്പൊ അവർ തമ്മിൽ അങ്ങനെ എപ്പോഴും മേറ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മെഡിക്കൽ എക്വിപ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ സ്പേംസ് ഡയറക്റ്റ് ആയിട്ട് ഫീമെയിലിന്റെ ഓവറി യൂട്രസിൽ ഇൻജെക്ട് ചെയ്യും. ഇനി അതല്ലെങ്കിൽ എഗ്ഗും സ്പേമും നമ്മൾ പുറത്ത് ലാബിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫെർട്ടിലൈസ് ആയിട്ടുള്ള സൈഗോട്ടിന് നമ്മൾ ഫീമെയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നോർമൽ മേറ്റിംഗിന്റെ ചലഞ്ചസ് നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെ കൺട്രോൾ ബ്രീഡിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് നടത്താൻ പറ്റും. ഓൾസോ നമുക്ക് മെയിൽസിന്റെ സ്പേം കണ്ടെയ്ൻസിന്റെ സെമനെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാം. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓൾസോ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ മീറ്റിംഗിന് വേണ്ടിയിട്ട് മെയിൽസും ഫീമെയിൽസും ഉണ്ടാവണമെന്നില്ല. മെയിൽസിന്റെ സ്പേം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ. സോ ദീസ് ആർ ദി ചാലഞ്ചസ് അഡ്രസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ലോ സക്സസ് റേറ്റ് ഇൻ നാച്ചുറൽ മീറ്റിംഗ്. പിന്നെ ഓൾസോ സക്സസ്ഫുൾ ഹൈബ്രിഡ് പ്രൊഡക്ഷൻ. ഹൈബ്രിഡ് പ്രൊഡക്ഷന്റെ സക്സസ് റേറ്റ് കൂടും. അതേപോലെ തന്നെ നാച്ചുറൽ മീറ്റിംഗിന്റെ സക്സസ് റേറ്റിനെക്കാളും കൂടുതലായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി കിട്ടുന്ന സക്സസ് റേറ്റ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു അതിൽ വരുന്ന ടെക്നീക്കാണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഫീമെയിൽസ് ഒരു ടൈം ഒറ്റൊരു എഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ കേസിൽ നമുക്ക് ഒരൊറ്റ എഗ് കൊണ്ട് നമുക്ക് കാര്യം നടക്കില്ല. നമുക്ക് കുറെ എഗ്സ് കിട്ടിയാലേ നമുക്ക് നമ്മുടെ സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഫീമെയിൽസ് എഗ് പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇവിടെ ഫീമെയിൽസിൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന്റെ ഒക്കെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹോർമോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇത് കാരണം ഫീമെയിൽസിൽ കുറെ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു എഗ്ഗിന് പകരം ഒന്നിൽ കൂടുതൽ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സൈക്കിളിൽ 6 മുതൽ 8 എഗ്സ് വരെ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ നമുക്ക് ഇത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ സർജിക്കലായിട്ടല്ല, അത് നോൺ സർജിക്കലായിട്ട്, അതായത് ചെറിയ ഇഞ്ചക്ഷൻ വഴിയൊക്കെ നമുക്കിത് എടുക്കാം. ആൻഡ് ദെൻ എംബ്രിയോസിന് നമ്മൾ സറഗേറ്റ് മദേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. This is known as multiple ovulation embryo transfer technology. So, ഓർത്ത് വെക്കേണ്ടത് സൂപ്പർ ഓവുലേഷൻ നടക്കും. സൂപ്പർ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺസ് വിത്ത് FSH ലൈക്ക് ആക്ടിവിറ്റി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. 6 to 8 eggs per cycle ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ എംബ്രിയോ ട്രാൻസ്ഫർ ടു സറഗേറ്റ് മദേഴ്സ്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ വെച്ചാല് നമുക്ക് റാപ്പിഡ് ഹേർട്ട് സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത്
യൂഷ്വലി നാച്ചുറൽ മേറ്റിംഗിൽ വഴി വരുന്ന പ്രോജനിയുടെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനും MOET ഒക്കെ നടത്തുന്നത്. ഓൾസോ ഇതിന്റെ സക്സസ് കാറ്റൽസ്, ഷീപ്പ്, റാബിറ്റ്സ്, ബഫലോസ്, മേൽസ് ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ആൻഡ് പിന്നെ ഹൈ ഈൽഡിങ് ഫീമെയിൽസിനെയും ഹൈ മിൽക്ക് ഈൽഡിങ് ഫീമെയിൽസിനെയും പിന്നെ ഹൈ ക്വാളിറ്റി മീറ്റ് ഈൽഡിങ് ബുൾസിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആണ് ഈ ടെക്നിക്സ് ഒക്കെ. ബിക്കോസ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് വഴി നമുക്ക് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ആനിമൽ ബ്രീഡിംഗ് പഠിച്ചു. ആനിമൽ ബ്രീഡിംഗിൽ ലൈഫ് സ്റ്റോക്സിനെ കുറിച്ച് പഠിച്ചു, പൗൾട്രി ഫാമിങ്ങിനെ കുറിച്ച് പഠിച്ചു, ദെൻ ഡിഫറെന്റ് ആസ്പെക്ട്സ് ആയി ഇൻ ബ്രീഡിംഗ്, ഔട്ട് ബ്രീഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ കൂടുതൽ ലൈഫ് സ്റ്റോക്കിന്റെയും പൗൾട്രി ഫാമിങ്ങിനെയും റിലേറ്റഡ് ആയിട്ടായിരുന്നു. വേറൊരു സെക്ടറാണ് അപ്പികൾച്ചർ അല്ലെങ്കിൽ അപ്പികൾച്ചർ. അപ്പികൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി മെയിൻ്റനൻസ് ഓഫ് ഹണി ബീ ഹൈവ്സ് ഫോർ ഹണി പ്രൊഡക്ഷൻ. ഹണി പ്രൊഡ്യൂസ് അല്ലെ തേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹണി ബീസിനെ വളർത്തുന്നതിനാണ് നമ്മൾ അപ്പികൾച്ചർ എന്ന് പറയുന്നത്. അപ്പം അപ്പികൾച്ചർ വഴി കിട്ടുന്ന മെയിൻ 2 പ്രോഡക്ട്സ് ആണ് ഹണി ആൻഡ് ബീസ് വാക്സ്. ഹണിക്ക് ഒത്തിരി ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ട് ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻസ് ഒക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ബീസ് വാക്സ് നമ്മൾ കോസ്മെറ്റിക്സിലും പിന്നെ വേരിയസ് ഇൻഡസ്ട്രീസിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് ക്രീംസ്, അങ്ങനെ ഫേസ് മാസ്ക് അതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ബീസ് വാക്സ് ഒക്കെ. പിന്നെ ഈ ഒരു ഇന്നത്തെ കാലത്ത് ഹണി ബീ പ്രോഡക്ട്സിന് ഭയങ്കര മാർക്കറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രി, അപ്പികൾച്ചർ എന്ന ഇൻഡസ്ട്രിക്ക് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പം നമ്മളൊരു അപ്പികൾച്ചർ നടത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് സ്യൂട്ടബിൾ ലൊക്കേഷൻ ആണ്. സോ ഹണി ബീസിന് വളരാൻ വേണ്ടിയിട്ട് വേണ്ട ചുറ്റുപാട് ഉണ്ടായിരിക്കണം. വൈൻ ഷ്രബ്സ്, പിന്നെ ഫ്രൂട്ട് ഓർച്ചേർഡ്സ് അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ക്രോപ്സ്, ഇങ്ങനത്തെ ഒക്കെ ഓപ്പൺ സ്പേസസിലാണ് നമ്മൾ കൂടുതലും ഹണി ബീസിനെ വളർത്തുന്നത്. അപ്പം മെയിൻലി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പീഷീസ് ആണ് ആപ്പിസ് ഇൻഡിക്ക. സോ ആപ്പിസ് ഇൻഡിക്ക എന്ന് പറഞ്ഞ ഹണി ബീ സ്പീഷീസിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് പൊതുവെ നമുക്ക് ഈ ഹൈവ്സ് അതായത് ഹണി ബീസിനെ വളർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സ്റ്റോറേജ് നമ്മൾ ഹൈവ് എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ കോട്ടിയായിട്ടുള്ള വരാന്തയിലോ റൂഫിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഓപ്പൺ സ്പേസ് ഉണ്ടായാൽ മാത്രം മതി. ആൻഡ് ഈ സ്പേസിനടുത്ത് അവർക്ക് പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പോളൻ ഗ്രെയിൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ചുറ്റും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ട് ബീ കീപ്പിംഗ് നടത്തണമെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പരിഗണിക്കണം? ആദ്യം നമ്മൾ ഈ തേനീച്ചിനെ കുറിച്ചുള്ള ഹാബിറ്റ്സും അവരുടെ പ്രത്യേകതകളെ കുറിച്ചിട്ട് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ആൻഡ് ദെൻ സ്യൂട്ടബിൾ ഹൈവ് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. Then capturing and hiving swarms, hive management across seasons. So നമ്മൾ ഒരു വർഷം മൊത്തം പ്രോപ്പർ ആയിട്ട് ഹൈവ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ അതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും അതിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഫൈനലി ഇതിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ഹണി ആൻഡ് ബീസ് വാക്സ് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിനെ നമ്മൾ എടുക്കണം, മാറ്റണം, അങ്ങനെയൊക്കെ ഉണ്ട്. ബേസിക്കലി അവര് വളരുന്ന ഹൈവിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇമ്പോർട്ടൻസ് ഓഫ് ബീസ് ഇൻ അഗ്രികൾച്ചർ എന്ന് ചോദിച്ചാൽ തേനീച്ചകളാണ് മെയിൻ പോളിനേറ്റർ. നമ്മുടെ ഇത്രയും അഗ്രികൾച്ചറൊക്കെ ഇത്രയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തേനീച്ചകളാണ്. ബിക്കോസ് തേനീച്ചകളാണ് ഏറ്റവും കൂടുതൽ പോളിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്ത സൺഫ്ലവർ, ബ്രസിക്ക, ആപ്പിൾ, പെയർ അല്ലാണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിലും പോളിനേറ്റ് ചെയ്യുന്ന തേനീച്ചകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ ക്രോപ്സിന് അടുത്തായിട്ട് തേനീച്ചനെ വളർത്തുന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ക്രോപ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. അതോടൊപ്പം തന്നെ ഹണി ഈൽഡും കൂടും. ബിക്കോസ് അവർ തമ്മിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ വരുന്നതാണ് ഫിഷറീസ്. സോ അഗ്രികൾച്ചർ കഴിഞ്ഞു, അടുത്താണ് ഫിഷറീസ്. ഫിഷറീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി കാച്ചിങ്, പ്രോസസിംഗ് ഓർ സെല്ലിംഗ് ഓഫ് ഫിഷ്, ഷെൽഫിഷ് ഓർ അതർ അക്വാട്ടിക് ആനിമൽസ് സച്ച് ആസ് പ്രോൺ, ക്രാബ്, ലോബ്സ്റ്റർ, എഡിബിൾ ഓയിസ്റ്റർ എക്സെട്ര. അപ്പൊ ഫിഷറീസ് എന്ന് പറയുമ്പോൾ മീന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഷെൽഫിഷ്, പിന്നെ ഞണ്ട്, പ്രോൺസ്, അങ്ങനത്തെ എല്ലാ അക്വാട്ടിക് ആനിമൽസിന്റെയും വളർത്തുന്നതിനാണ് നമ്മൾ ഫിഷറീസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഫ്രഷ് വാട്ടർ ഫിഷസ് നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതൊക്കെയാ ചോദിച്ചാൽ കട്ട്ല, രോഹു, കോമൺ കാർപ്പ്.
പിന്നെ മെറൈൻ ഫിഷസ്, ദിസ് ഇൻക്ലൂഡ് ഹിൽസ, സാർഡീൻസ്, മാക്രൽ, പോംഫ്രറ്റ്സ്, ഇതിനൊക്കെ നമ്മളെ കമേഴ്ഷ്യൽ ആയിട്ട് വളർത്തുന്നതാണ്. സോ ഇന്ത്യയിൽ ബ്ലൂ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെ ബ്ലൂ റെവല്യൂഷൻ വഴിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫിഷറീസ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുകയും ഭയങ്കര ഹൈ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫിഷ് അക്വാട്ടിക് പ്രോഡക്ട്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. സോ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് മെയിൻലി അഗ്രികൾച്ചറിന്റെ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അഗ്രികൾച്ചർ ക്രോപ്സിന്റെ ഈൽഡിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ദെൻ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുമ്പം അത് ഫിഷറീസിലാണ്. പിന്നെ യു ഹാവ് വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. സോ ഫിഷറീസ് എന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് മെയിൻ ടെക്നിക്സ് ആണ് പിസി കൾച്ചർ, അക്വാ കൾച്ചർ. പിസി കൾച്ചറും അക്വാ കൾച്ചറും ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ ചെറിയ 2-3 ഡിഫറൻസസേ ഉള്ളൂ. പിസി കൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി ബ്രീഡിംഗ് ആൻഡ് റെയറിംഗ് ഓഫ് ഫിഷ് ഇൻ കൺട്രോൾഡ് എൻവയൺമെന്റ്സ് such as ponds or tanks. പോൺസിലും ടാങ്ക്സിലൊക്കെ, അതായത് കൺട്രോൾഡ് എൻവയൺമെന്റ്സിൽ നമ്മൾ മീനിനെ വളർത്തുന്നതിനാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ പിസി കൾച്ചറിൽ കൂടുതലും ഫ്രഷ് വാട്ടർ ഫിഷസിനാണ് നമ്മൾ വളർത്തുന്നത്. അപ്പം ഫ്രഷ് വാട്ടർ എൻവയൺമെന്റ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ് നമ്മൾ വളർത്തുന്നത്. നേരെ മറിച്ച് അക്വാ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ദിസ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ഫിഷ് ഫാമിംഗ്, ബട്ട് അതോടൊപ്പം തന്നെ aquatic plants in the cultivation, then shellfish, other aquatic organisms. അതായത് ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ വാട്ടറിൽ ജീവിക്കുന്ന ഫിഷസിനെയും അക്വാട്ടിക് ഓർഗാനിസംസിനെ നമ്മൾ അക്വാ കൾച്ചറിൽ വളർത്തുന്നുണ്ട്. അപ്പം ഇവിടെയാണ് ഷ്രിമ്പും പിന്നെ ഓയിസ്റ്റേഴ്സ്, ദെൻ ക്രാബ്സ്, പ്രോൺസ് ഇവയൊക്കെ വളർത്തുന്നത് അക്വാ കൾച്ചർ എന്ന് പറഞ്ഞ ടെക്നിക്കിന് അടിയിലാണ് വരുന്നത്. സോ ഇതിന്റെ എയിം എന്ന് പറയുന്നത് ബേസിക്കലി അക്വാട്ടിക് ഫുഡ് പ്രൊഡക്ഷന്റെ പ്രൊഡക്ടിവിറ്റി, സസ്റ്റൈനബിലിറ്റി ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യുക. ദാറ്റ് ഇസ് ദി മെയിൻ എയിം ഓഫ് അക്വാ കൾച്ചർ. ഇനി വരുന്ന ഒരു മേജർ ടോപ്പിക് ആണ് പ്ലാന്റ് ബ്രീഡിംഗ്. അങ്ങനെ നമ്മൾ ആനിമൽ ബ്രീഡിംഗ് അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ മേജർ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. അതിൽ വരുന്ന കുറെ ടെക്നിക്സ് പഠിച്ചു. നൗ മൂവിങ് ഓൺ ടു പ്ലാന്റ് ബ്രീഡിംഗ്. സോ ഹ്യൂമൻസ് എന്ന് പറയുന്നത് മെയിൻലി ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. കാരണം റൈസ്, വീറ്റ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഡയറ്റിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പം പ്ലാന്റ് സ്പീഷീസിന്റെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഈൽഡ് ഉള്ള അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസിലൊക്കെ നല്ല രീതിയിൽ വളരാൻ പറ്റുന്ന പ്ലാന്റ് സ്പീഷീസ്, പ്ലാന്റ് ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കുക, എടുക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. So the main goal is to improve the suitability for cultivation, better yields and disease resistance. Plant breeding എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫോളോ ചെയ്തിരുന്ന ടെക്നിക്കാണ്. സോ 9,000 to 11,000 ഇയേഴ്സ് മുന്നേ തന്നെ പ്ലാന്റ് ബ്രീഡിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് കാണുന്ന മിക്ക ക്രോപ്സും നമ്മൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന മിക്ക ക്രോപ്സും പണ്ടത്തെ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് വഴി ഉണ്ടാക്കിയെടുത്ത ബ്രീഡ്സ് ആണ്. ഇപ്പൊ ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിംഗ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ വേറെ മ്യൂട്ടേഷൻ പ്ലാന്റ് ബ്രീഡിംഗ് ഉണ്ട്. പ്ലാന്റ് ബ്രീഡിംഗ്, ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ പഠിച്ച ഹൈബ്രിഡൈസേഷൻ ആണ്. നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള രണ്ട് സ്പീഷീസത്തെ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സത്തെ ക്രോപ്സ് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് അവയിൽ നിന്നുണ്ടാക്കുന്ന എടുത്ത പ്രോജനീസിനെ വീണ്ടും നമ്മൾ പോപ്പുലേറ്റ് ചെയ്യിപ്പിക്കും. ഇതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് കാണിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്യും, എന്നിട്ട് അവര് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടത്തും. അപ്പം ഇങ്ങനത്തെ നമ്മുടെ ഫേവറബിൾ ട്രെയിറ്റ്സ് എന്ന് പറയുന്നത് ഹയർ ഈൽഡ്, ഇംപ്രൂവ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുമ്പോൾ പരിഗണിക്കുന്ന മെയിൻ ട്രെയിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലത്ത് ജെനറ്റിക്സ്, മോളിക്കുലർ ബയോളജി, ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ് ഇതൊക്കെ നമ്മുടെ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സിനെ വല്ലാണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വല്ലാണ്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോളിക്കുലർ ജെനറ്റിക് ടൂൾസ്, കാരണം ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എന്നൊക്കെ പറയുന്ന ഫീൽഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ അഗ്രികൾച്ചറിൽ ഒത്തിരി അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പ്ലാന്റ്സിൽ ഉള്ള ഡിസൈഡ് ട്രെയിറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇൻക്രീസ്ഡ് ക്രോപ്പ് ഈൽഡ്, ഓൾസോ ഇംപ്രൂവ് ക്വാളിറ്റി.
ടോളറൻസ് ടു എൻവയറമെന്റൽ സ്ട്രെസ്സസ്, അതായത് സലൈനിറ്റി, എക്സ്ട്രീം ടെമ്പറേച്ചർ, വരൾച്ച, പിന്നെ അല്ലെങ്കിൽ ഫ്ലഡിങ്, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിലും ഒരു പ്രശ്നവും ഇല്ലാണ്ട് അല്ലെങ്കിൽ അധികം പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഈൽഡൊന്നും കുറയാണ്ട് വളരാൻ പറ്റുന്ന ഗ്രൂപ്പ്സ് ഉണ്ടാവണം. പിന്നെ വൈറസ്, ഫംഗൈ, ബാക്ടീരിയ മൂലം പടർത്തുന്ന രോഗങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാൻ പറ്റണം. ആൻഡ് ഓൾസോ ഇൻസെക്ട് പെസ്റ്റിനോട് ഇൻക്രീസ് ടോളറൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഹൈ ഈൽഡിങ് ക്രോപ്പ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കേണ്ട മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ പ്ലാൻ ബ്രീഡിങ്ങിൽ നമ്മൾ ഒരു ക്ലാസിക്കൽ പ്ലാൻ ബ്രീഡിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, evaluation and selection of parents, cross hybridization among the selected parents, selection and testing of superior recombinants, then testing, releasing and commercialization of new cultivars. First step ആണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ക്രോപ്പ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പ്ലാന്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതിലുള്ള എല്ലാ ചെടികളും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ചിലതിന് ഈൽഡ് കൂടുതലായിരിക്കും, ചിലതിന് ഡിസീസ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, പിന്നെ ചിലതിന് അവരുടെ ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ വൈൽഡ് ക്രോപ്സിലാണ് ഏറ്റവും കൂടുതൽ കാണുക. അപ്പം ഇതിനൊക്കെ നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുന്നതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ വേരിയബിലിറ്റി ഉള്ള എല്ലാ പ്ലാന്റ് ക്രോപ്സിനും നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. സോ ഇതെന്ന് പറയുമ്പോൾ വൈൽഡ് വെറൈറ്റീസ്, സ്പീഷീസ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദി കൾട്ടിവേറ്റഡ് സ്പീഷീസ്, ഇതിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് എല്ലാ കളക്ട് ചെയ്ത സ്പീഷീസിന്റെയും സാമ്പിൾസ് നമ്മൾ പ്രിസർവ് ചെയ്യും. എന്നിട്ട് ഓരോ സാമ്പിളിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ നമ്മൾ അസസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത എല്ലാ സ്പീഷീസിന്റെ ആ ഒരു വലിയ കളക്ഷനെയാണ് നമ്മൾ ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ക്രോപ്പിന്റെ ഡൈവേഴ്സ് ജീൻസ് അല്ലെങ്കിൽ അലീൽസ് അടങ്ങിയിട്ടുള്ള ഒരു എൻറ്റയർ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ സീഡ്സ്, ഇതിനാണ് നമ്മൾ ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് റെപ്രസെന്റ്സ് ദി ജനറ്റിക് ഡൈവേഴ്സിറ്റി അവൈലബിൾ വിത്തിൻ എ ക്രോപ്പ് സ്പീഷീസ്. കാരണം ഒരു ക്രോപ്പ് സ്പീഷീസിലുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പം ഈ എല്ലാ ജനറ്റിക് ഡൈവേഴ്സിറ്റിയും അടങ്ങിയിട്ടുള്ള ആ ഒരു കളക്ടഡ് സാമ്പിളിനെയാണ് നമ്മൾ ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കൊരു പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുമ്പോൾ ഒരു ക്രോപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്രോപ്പിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരിക്കും. വെറൈറ്റി 1, 2, 3, 4 and 5. അപ്പം ഈ 5 വെറൈറ്റീസിനും അവരുടേതായ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. So it is the entire collection, plants or seeds, having all the diverse alleles for all genes in a given crop. അതിനുശേഷം നമ്മൾ ഈ പാരന്റ്സിന്റെ സെലക്ട് ചെയ്ത പാരന്റ്സിന് നമ്മൾ ട്രേറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യും. ജേം പ്ലാസത്തിലുള്ള എല്ലാ ട്രേറ്റ്സിന്റെയും ഇവാലുവേഷൻ നടത്തും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ട്രേറ്റ്സ് കാണിക്കുന്ന പാരന്റ്സിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. എന്നിട്ട് പ്ലാന്റ്സിനെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യും. അതായത് അവർ തമ്മിൽ ക്രോസ് ചെയ്യും, ഹൈബ്രിഡൈസേഷൻ നടത്തും. എന്നിട്ട് നമ്മൾ പ്യുവർ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിനാണ് നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. അതായത് രണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ട്രേറ്റ്സ് കാണിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് അവർ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒരു പാരന്റിന് ഹൈ പ്രോട്ടീൻ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഒരു റൈസിന്റെ ഒരു വെറൈറ്റിക്ക് അവരുടെ റൈസിൽ ഹൈ പ്രോട്ടീൻ ക്വാളിറ്റി ഉണ്ടായിരിക്കും. മറ്റൊരു ക്രോപ്പ് വെറൈറ്റിക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടെങ്കിൽ ഈ രണ്ട് ക്വാളിറ്റിയും കാണിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും. സോ അങ്ങനെ ക്രോസ് ഹൈബ്രിഡൈസേഷൻ വഴി ഹൈബ്രിഡ്സ് കിട്ടും. ഈ ഹൈബ്രിഡ്സ് നമുക്ക് വേണ്ട ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. ബട്ട് ഇതെന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഒറ്റൊരു ജനറേഷനിലൂടെ നമുക്ക് കിട്ടൂല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ട്രേറ്റ്സ് കാണിക്കുന്ന ഡിസൈർഡ് ട്രേറ്റ്സ് ഉള്ള ക്രോപ്സിനെ കിട്ടുള്ളൂ. കാരണം എല്ലാ ഹൈബ്രിഡ്സിനും ഡിസൈർഡ് ട്രേറ്റ്സ് ഉണ്ടാവണമെന്നില്ല. ചിലതിലൊന്നും വേണ്ട ട്രേറ്റ്സ് ഉണ്ടായിരിക്കില്ല. അപ്പം എലിമിനേറ്റ് ചെയ്ത് അത് നമുക്ക് വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്യണം. ആൻഡ് ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ആണ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോംബിനൻസ്. ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി കുറെ പ്രോജനീസിനെ കിട്ടി. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡിസൈർഡ് ക്യാരക്ടേഴ്സ് കോമ്പിനേഷൻ കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് ദെൻ
ഇവയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, കെയർഫുൾ സയന്റിഫിക് ഇവാലുവേഷൻ നടത്തും. അപ്പോ പാരന്റ്സ്, അതായത് പാരന്റ്സിൽ നമ്മൾ സെലക്ട് ചെയ്തല്ലോ, ക്രോസ് ഹൈബ്രിഡൈസേഷൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാരന്റ്സിനെ സെലക്ട് ചെയ്തു. ഒന്നിന് ഹൈ പ്രോട്ടീൻ കോണ്ടന്റ്, ഒന്നിന് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. അപ്പം ഇതിന്ന് ക്രോസ് ചെയ്ത് കിട്ടുന്ന ചില പ്രോജനീസിന് ചിലപ്പോൾ 2 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടായിരിക്കും, ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇവരുടെ പ്രോജനീസ് എന്ന് പറയുന്നത് പാരന്റ്സിനെക്കാളും സുപ്പീരിയർ ആണ്. സോ നമ്മൾ ഈ പ്രോജനീസിനെ സെലക്ട് ചെയ്യും ആൻഡ് ഈ പ്രോജനീസിൽ സെൽഫ് പോളിനേഷൻ നടത്തും. കുറെ ജനറേഷൻസ് സെൽഫ് പോളിനേഷൻ നടത്തും. അങ്ങനെ കിട്ടുന്ന എല്ലാ പ്രോജനീസും അങ്ങനെ ഹൈ ഡിസീസ് റെസിസ്റ്റൻസും ഹൈ പ്രോട്ടീൻ കോണ്ടന്റും ഉള്ള സുപ്പീരിയർ ക്രോപ്സ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഹോമോസൈഗോസിറ്റി എന്ന് പറയുക. അതായത് ഉണ്ടാകുന്ന എല്ലാ പ്രോജനീസിനും ഒരേപോലത്തെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് റെഫേർഡ് ടു ആസ് ഹോമോസൈഗോസിറ്റി. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും, അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, റിസർച്ച് ഫീൽഡിൽ നമ്മൾ റിസർച്ചസ് നടത്തും. ഇവരുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കും. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിലോട്ട് റിലീസ് ചെയ്യും. സോ ഇതൊക്കെ നടന്ന ഐഡിയൽ കണ്ടീഷൻസ് ആണ്. ഈ ഒരു അസസ്മെന്റിന്റെ സമയത്ത് നമ്മൾ ക്വാളിറ്റി, ഡിസീസ് റെസിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ വിലയിരുത്തും. പിന്നെ അറ്റ്ലീസ്റ്റ് 3 ഗ്രോയിങ് സീസൺസ് നമ്മൾ ഫാമേഴ്സ് ഫീൽഡിൽ ടെസ്റ്റിംഗ് നടത്തും. അതായത് ഇത്രയും കാലം നമ്മൾ നടത്തിയ ടെസ്റ്റിങ്ങും അനാലിസിസും ഒക്കെ ലാബിലായിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഒരു പ്രോപ്പർ ഫീൽഡിൽ നമ്മൾ റിസർച്ച് നടത്തും. അതായത് ഓപ്പൺ ഫീൽഡിൽ റിസർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുന്നൊക്കെ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഓൾറെഡി മാർക്കറ്റിലുള്ള ഗ്രൂപ്പ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതിനേക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് റിലീസ് ചെയ്യും മാർക്കറ്റിലോട്ട്. സോ ഇതാണ് ഒരു പ്ലാൻ ബ്രീഡിംഗ് ടെക്നിക്കിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ജേം പ്ലാസം കളക്ട് ചെയ്യും. ജേം പ്ലാസം കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രോപ്സിന്റെ അല്ലെ വെറൈറ്റീസിനൊക്കെ ഒത്തിരി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. എന്നിട്ട് ഇതിന്ന് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് ഉള്ള ഗ്രൂപ്പ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഇവര് നമ്മൾ ബ്രീഡിങ് നടത്തും. എന്നിട്ട് അതിൽ കിട്ടുന്ന ഇൻഡിവിജ്വൽസ് നമ്മൾ വീണ്ടും ഇൻബ്രീഡിങ് നടത്തും, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടത്തും. ആൻഡ് ദെൻ നമുക്ക് കുറച്ച് പ്രോജനീസിനെ കിട്ടും. പിന്നെ അതിനെ അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഓപ്പൺ ഫീൽഡിൽ എക്സ്പെരിമെന്റ് നടത്തും, പിന്നെ കമ്പയർ ചെയ്യും. നല്ല ഹൈ ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അതിനെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ റിലീസ് ചെയ്യും. സോ ദിസ് ഇസ് പ്ലാൻ ബ്രീഡിംഗ്, ബേസിക്കലി ബേസിക് സ്റ്റെപ്പ് ഓഫ് പ്ലാൻ ബ്രീഡിംഗ്. പിന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ എടുത്താല് അറൌണ്ട് 33% ഓഫ് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത്രയും അതായത് ഓൾമോസ്റ്റ് 1/3 ഓഫ് ദി GDP അഗ്രികൾച്ചർ ആണ്. പക്ഷെ ഇന്ത്യന്റെ അറൌണ്ട് 60% ഓഫ് പോപ്പുലേഷൻ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡന്റ് ആണ്. മോർ ദാൻ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡന്റ് ആണ്. സോ അഗ്രികൾച്ചർ നമ്മൾ അത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടർ ആണ്. മാത്രമല്ല വലിയൊരു പോപ്പുലേഷൻ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അഗ്രികൾച്ചർ എഫിഷ്യൻസി കൂട്ടിയേ തീരും. ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു വലിയൊരു ചലഞ്ച് ആയിരുന്നു ഇന്ത്യന്റെ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത്. പക്ഷെ 2 മേജർ ചലഞ്ചസ് ആയിരുന്നു. നമുക്ക് ആവശ്യത്തിന് ലാൻഡ് ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരിലോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ ഫാമേഴ്സിനും കൾട്ടിവേറ്റ് ചെയ്യാൻ ലാൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഗ്രീൻ റെവല്യൂഷന് മെയിൻ എയിം എന്ന് പറയുന്നത് ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. ഓൾസോ ഫോക്കസ് ചെയ്തത് പ്ലാൻ ബ്രീഡിംഗ് ടെക്നിക്സ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ പ്ലാൻ ബ്രീഡിംഗ് ടെക്നിക്സ് ഫോക്കസ് ചെയ്തു. പിന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു ഫോർ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യന്റെ ഫുഡ് പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടി, ആവശ്യത്തിന് കൂടുതൽ കൂടി. സോ വീറ്റ് പ്രൊഡക്ഷൻ 1960 to 2000 വരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1960s ഇന്ത്യയിലെ വീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെറും 11 മില്യൺ ടൺസ് ആയിരുന്നു. അത് 2000 എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് 75 മില്യൺ ടൺസ് ആയിട്ടാണ് കൂടിയത്. പിന്നെ അതേപോലെ റൈസ് പ്രൊഡക്ഷൻ 35 മില്യൺ ടൺസിൽ നിന്ന് അറൌണ്ട് 90 മില്യൺ ടൺസ് നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2000 കണക്കാണ്. ഇപ്പൊ അതിനേക്കാളും കൂടുതലാണ്. സോ ഇന്ത്യ വീറ്റിന്റെയും റൈസിന്റെ ഒക്കെ മേജർ എക്സ്പോർട്ടേഴ്സ് ആയി. സോ ഇതിന്റെ ഒക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് സെമി ഡ്വാഫ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടാണ്. അപ്പം മെയിൻലി 2 വെറൈറ്റീസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഡ്വാഫ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ടോൾ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഡ്വാഫ് വെറൈറ്റീസ് അതായത് അധികം പൊക്ക ഇല്ലാണ്ട് വളർന്ന റൈസിന്റെയും വീറ്റിന്റെയും ക്രോപ്സിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവർക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. പിന്നെ അങ്ങനെ
ക്ലൈമറ്റിക് കണ്ടീഷൻസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളരാൻ പറ്റും. പക്ഷെ ഇവരുടെ ക്രോപ്പ് ഈൽഡ് കുറവായിരിക്കും. നേരെ മറിച്ച് ടോൾ വെറൈറ്റീസിന് ഈൽഡ് കൂടുതലായിരിക്കും, പക്ഷെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പം ഈ ടോൾ വെറൈറ്റീസിനെയും ഡ്വാർഫ് വെറൈറ്റീസിനെയും നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് വഴി സെമി ഡ്വാർഫ് വെറൈറ്റീസിനെ ഉണ്ടാക്കി. ഇപ്പം വീട്ടില് ആദ്യമായിട്ട് സെമി ഡ്വാർഫ് വെറൈറ്റി ഉണ്ടാക്കിയത് നോബൽ ലോറിയറ്റായ നോർമൻ ഇ ബൊർലോഗ് ആയിരുന്നു. ഡെവലപ്പ് ചെയ്തത് മെക്സിക്കോയിലായിരുന്നു, ഇന്റർനാഷണൽ സെന്റർ ഫോർ വീറ്റ് ആൻഡ് മേസ് ഇംപ്രൂവ്മെന്റ് ഇൻ മെക്സിക്കോ. അങ്ങനെ ഇന്ത്യയിലും അതേപോലെ ഹൈ ഈൽഡിങ്ങും പിന്നെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള വീറ്റ് ഗ്രൂപ്പ്സ് ആണ് സൊണാലിക്ക, കല്യാൺ സോണ. സോ സൊണാലിക്ക, കല്യാൺ സോണ എന്നൊക്കെ പറയുന്നത് സെമി ഡ്വാർഫ് വെറൈറ്റീസ് ആണ്, വീട്ടിലുള്ള സെമി ഡ്വാർഫ് വെറൈറ്റീസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈൽഡും കൂടുതലായിരിക്കും, പിന്നെ ഡിസീസ് റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ റൈസില് 1966 ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒബ്റ്റെയിൻ ചെയ്തത് IR8, ടൈച്ചങ് നേറ്റീവ് 1 ഇതൊക്കെ ആയിരുന്നു. പിന്നെ വന്ന കുറച്ച് ബെറ്റർ ഈൽഡിങ് വെറൈറ്റീസ് ആണ് ജയ, രത്ന. ജയ, രത്ന എന്നൊക്കെ പറഞ്ഞ ക്രോപ്സ് റൈസിലുള്ള ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ആണ്. പിന്നെ ഷുഗർ കെയിൻ. സോ ഷുഗർ കെയിൻ നമുക്ക് ആദ്യം ബേസിക്കലി ഇന്ത്യയിൽ 2 സ്പീഷീസ് ആണുള്ളത്. ഒന്ന് സാക്കറം ബർബേരിയും പിന്നെ സാക്കറം ഒഫിസിനാറും. സാക്കറം ബർബേരി നോർത്തിലാണ് വളർത്തുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലും വളരുന്ന ഒരു ഷുഗർ കെയിൻ സ്പീഷീസ് ആണ് സാക്കറം ബർബേരി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് അവരുടെ ഷുഗർ കണ്ടന്റും ഈൽഡും കുറവാണ്. നേരെ മറിച്ച് സാക്കറം ഒഫിസിനാരം സൗത്ത് ഇന്ത്യയിലാണ് വളർത്തുന്നത്. അതിന് ഷുഗർ കണ്ടന്റ് കുറവാണ്, കൂടുതലാണ്, നല്ല ഹൈ ഷുഗർ കണ്ടന്റും ഉണ്ടാവും, പിന്നെ തിക്കർ സ്റ്റെംസ് ആണ്, അപ്പം ഈൽഡ് കൂടുതലാണ്. പക്ഷെ ഇതിനെ നോർത്ത് ഇന്ത്യയിൽ വളർത്താൻ പറ്റില്ല. പിന്നെ ഇന്ത്യയിൽ കൂടുതലും ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഈ 2 സ്പീഷീസ് നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്തു. സോ ഇങ്ങനെ കിട്ടിയ ക്രോസ് ബ്രീഡിങ് ഷുഗർ കെയിൻസിന് ഡിസൈഡ് ക്വാളിറ്റീസ് ഹൈ ഈൽഡ്, തിക് സ്റ്റെം ആൻഡ് ഹൈ ഷുഗർ കോണ്ടന്റ്. അങ്ങനെ ഇതിന്റെ ഓഫ്സ്പ്രിങ്സ് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ വളർത്താൻ പറ്റി. അപ്പം 2 ഗ്രൂപ്പിന്റെയും ഡിസൈഡ് ക്വാളിറ്റീസ് ഉള്ള ഓഫ്സ്പ്രിങ്സ് കിട്ടി. ഈ ഹൈബ്രിഡ്സിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ വളർത്താൻ പറ്റി. അതേപോലെ മില്ലറ്റ്സ് നമുക്ക് കുറെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തു. ഹൈബ്രിഡ് മെയ്സ്, ജോവോ, ബാജ്ര ഇതൊക്കെ ഇന്ത്യയിലെ സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഹൈബ്രിഡ് ബ്രീഡിംഗ് ലെഡ് ടു ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് റെസിസ്റ്റന്റ് ടു വാട്ടർ സ്ട്രെസ്. അതായത് വെള്ളമൊന്നും ഇല്ലാത്ത കണ്ടീഷൻസിൽ, അധികം വാട്ടർ റിസോഴ്സസ് ഒന്നും ഇല്ലെങ്കിലും അങ്ങനത്തെ കണ്ടീഷൻസിലും വളരാൻ പറ്റുന്ന ഹൈബ്രിഡ്സിനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുന്നത് ഈൽഡ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, വേറെയും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെയും കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് പ്ലാന്റ് ബ്രീഡിംഗ്. അതിലൊന്നാണ് ഡിസീസ് റെസിസ്റ്റൻസ്. അതായത് ഒരു അഗ്രികൾച്ചറിന്റെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഒത്തിരി ഇൻഫെക്ഷൻസും ഡിസീസസ് ഒക്കെ പിടിപെടാൻ പറ്റും. ഫംഗൽ, ബാക്ടീരിയൽ, വൈറൽ പാത്തജൻസ് ഇതൊക്കെ നമ്മുടെ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ എഫക്ട് ചെയ്യും. ഇത് കാരണം ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. സോ അറൌണ്ട് 20 to 30% അഗ്രികൾച്ചറൽ ലോസ് ഒക്കെ ഡിസീസ് കാരണമാണ്, പ്ലാന്റ് ഡിസീസസ് കാരണമാണ് വരുന്നത്. സോ നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് രോഗങ്ങളിൽ നിന്ന് റെസിസ്റ്റൻസ് കിട്ടുക എന്നതാണ്. അപ്പം ഇങ്ങനെ രോഗങ്ങളിൽ നിന്ന് റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ, അതായത് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. കാരണം രോഗങ്ങൾ കാരണം ഒത്തിരി ഫുഡ് ക്രോപ്സ് നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ റെസിസ്റ്റൻസ് വരുമ്പോൾ ഫുഡ് ക്രോപ്സ് ഒന്നും നശിച്ചു പോകുന്നില്ല. സോ ഫുഡ് പ്രൊഡക്ഷൻ കൂടും. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കുറയ്ക്കാനും പറ്റും. അതായത് ഫംഗിസൈഡ്സ്, ബാക്ടീരിയോസൈഡ്സിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. സോ ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസ്. ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ഹോസ്റ്റ് പ്ലാന്റ് ടു പ്രിവെന്റ് പാത്തജൻസ് ഫ്രം കോസിംഗ് ഡിസീസ്. ഒരു ചെടിയിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന പാത്തജൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. ഇതിനെയാണ്, ഈ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ചെടീന്റെ ജനിതക ഘടനയാണ്, അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒത്തിരി തരത്തിലുള്ള പ്ലാന്റ് ഡിസീസസ് ഉണ്ട്. ഫംഗൽ ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസസ്, വൈറൽ ഡിസീസസ് ഒക്കെ ഉണ്ട്. സോ ഫംഗൽ ഡിസീസിൽ വരുന്നതാണ് റസ്റ്റ്. എക്സാമ്പിൾ വീറ്റിലുള്ള ബ്രൗൺ റസ്റ്റ്, ദെൻ ഷുഗർ കെയിനിൽ വരുന്ന റെഡ് റോട്ട്, പൊട്ടറ്റോസിൽ എഫക്ട് ചെയ്യുന്ന ലേറ്റ് ബ്ലൈറ്റ് ഡിസീസ്, ഇതൊക്കെ ഫംഗൽ ഡിസീസസ് ആണ്. ദെൻ ബ്ലാക്ക് റോട്ട് ഓഫ്
cruciferous. That is an example of bacterial disease. Also, viral diseases ഉണ്ട്. Tobacco mosaic disease caused by tobacco mosaic virus. Then turnip mosaic. ഇതൊക്കെ വൈറൽ ഡിസീസസ് ആണ്. അപ്പം ഇതിനെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് നടത്തും. കൂടുതൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനു വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള ബ്രീഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. കൺവെൻഷണൽ ബ്രീഡിംഗ്, മ്യൂട്ടേഷണൽ ബ്രീഡിംഗ്. കൺവെൻഷണൽ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രഡീഷണൽ ബ്രീഡിംഗ് മെത്തേഡ് തന്നെ. എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം നമ്മൾ കളക്ട് ചെയ്യും, വെറൈറ്റീസിനെ കളക്ട് ചെയ്യും, എന്നിട്ട് ജേം പ്ലാസം കിട്ടും. സോ ഈ ജേം പ്ലാസത്തിൽ നിന്ന് നമുക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ സെലക്ടഡ് പാരന്റ്സ് തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തും. ആൻഡ് ദെൻ ഹൈബ്രിഡൈസേഷൻ വഴി കിട്ടിയ ഹൈബ്രിഡ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിൽ നിന്ന് സുപ്പീരിയർ ആയിട്ടുള്ള ഹൈബ്രിഡ്സ് നമ്മൾ സെലക്ട് ചെയ്യും. അവർ തമ്മിൽ നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തും. ആൻഡ് ദെൻ ടെസ്റ്റിംഗ് ആൻഡ് റിലീസിംഗ് ഓഫ് ന്യൂ വെറൈറ്റീസ്. നേരത്തെ പറഞ്ഞ ബ്രീഡിംഗ് ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. മ്യൂട്ടേഷൻ സോ കൺവെൻഷണൽ ബ്രീഡിംഗ് വഴി ഉണ്ടാക്കിയെടുത്ത കുറച്ച് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സും അതിന്റെ വെറൈറ്റീസും ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് വീറ്റ്. വീറ്റിലുള്ള ഒരു ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റി ആണ് ഹിംഗിരി. അതായത് ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ്, ഹിൽ ബണ്ട് പോലത്തെ ഡിസീസസിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ബ്രാസിക്ക ക്രോപ്പിലുള്ള ഒരു വെറൈറ്റി ആണ് പുസ സ്വർണിം അല്ലെങ്കിൽ കരൺ റൈ. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് വൈറ്റ് റസ്റ്റ്. ദെൻ കോളിഫ്ലവറിലുള്ള രണ്ട് വെറൈറ്റീസ് ആണ് പുസ സുബ്ര, പുസ സ്നോബോൾ K1. ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ, ദെൻ ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട് ഇതിൽ നിന്നൊക്കെ റെസിസ്റ്റന്റ് ആണ്. ദെൻ കൗപ്പിയിലുള്ള ഒരു വെറൈറ്റി ആണ് പുസ കോമൾ. ഇത് ബാക്ടീരിയൽ ബ്ലൈറ്റിൽ നിന്ന് റെസിസ്റ്റന്റ് ആണ്. ദെൻ ഫൈനലി ചില്ലിയുള്ള ഒരു ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റി ആണ് പുസ സദബഹർ. ഇതിന് ചില്ലി മൊസൈക് വൈറസ്, ടൊബാക്കോ മൊസൈക് വൈറസ്, ലീഫ് കേളിൽ നിന്നൊക്കെ ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ മ്യൂട്ടേഷണൽ ബ്രീഡിംഗ് എന്ന് പറയുമ്പം ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഉണ്ടാക്കാനുള്ള വേറൊരു മെത്തഡാണ്. ഇവിടെ നമ്മൾ ചെടീന്റെ ജനറ്റിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ DNA മ്യൂട്ടേഷൻസ് ഉണ്ടാക്കും. മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കെമിക്കൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റേഡിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസിന് റേഡിയേഷൻസിനാണ് നമ്മൾ മ്യൂട്ടാജൻസ് എന്ന് പറയുന്നത്. മ്യൂട്ടാജൻസ് വഴി അവരുടെ ജനറ്റിക് സ്ട്രക്ചറിലെ DNA മ്യൂട്ടേഷൻ ഉണ്ടാക്കും. ഈ മ്യൂട്ടേഷൻ കാരണം ഡിസീസ് റെസിസ്റ്റൻസ് അവർക്ക് കിട്ടും. ആൻഡ് ദെൻ അങ്ങനെ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മ്യൂട്ടൻസിനെ നമ്മൾ ഫെർദർ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരെ വീണ്ടും നമ്മൾ ബ്രീഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് കൾട്ടിവേഴ്സിനെ ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലേഡീസ് ഫിംഗറിൽ നമ്മൾ മ്യൂട്ടേഷണൽ ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് പർബാനി ക്രാന്തി. സോ ഈ പർബാനി ക്രാന്തി എന്ന് പറഞ്ഞ ലേഡീസ് ഫിംഗറിന് യെല്ലോ മൊസൈക് വൈറസ് എതിരെ റെസിസ്റ്റന്റ് ആണ്. അപ്പം യെല്ലോ മൊസൈക് വൈറസും ഓൾസോ പൗഡറി മൈൽഡ്യൂ, ഈ രണ്ട് ഡിസീസിനെതിരെ അവർക്ക് റെസിസ്റ്റന്റ് ഉണ്ട്. ഇത് മ്യൂട്ടേഷൻ വഴിയാണ് അവർക്ക് കിട്ടിയത്. ഏബൽമോസ്റ്റസ് എസ്കുലന്റസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ് നേറ്റീവ് വെറൈറ്റി. അപ്പം ഈ നേറ്റീവ് വെറൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് മ്യൂട്ടേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, വേറെ കുറച്ച് ജീൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു പുതിയൊരു മ്യൂട്ടന്റ് ഉണ്ടാക്കി. ആ മ്യൂട്ടന്റ് ആണ് പർബാനി ക്രാന്തി. ദിസ് ഇസ് റെസിസ്റ്റന്റ് ടു യെല്ലോ മൊസൈക് വൈറസ് ആൻഡ് പൗഡറി മൈൽഡ്യൂ. പിന്നെ നമ്മൾ പ്ലാന്റ് ബ്രീഡിങ് പെസ്റ്റ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ചെയ്യണം. ആദ്യം പറഞ്ഞ ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ഒക്കെ ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്ന് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ നമുക്ക് കുറെ പെസ്റ്റുകൾ ഉണ്ടായി, ഇൻസെക്ട് ആവാം, പിന്നെ ചെറിയ ചെറിയ ബേർഡ്സ് ആവാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ബ്രീഡിങ് ചെയ്യും. കാരണം ഇൻസെക്റ്റുകളും പെസ്റ്റുകളും ഒക്കെ ക്രോപ്പ് ഡിസ്ട്രക്ഷൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ തന്നെ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസ്, ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ്, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ചെടികളിൽ തന്നെ അവർക്ക് തന്നെ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട് ഈ പെസ്റ്റിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മോർഫോളജിക്കൽ റെസിസ്റ്റൻസ് ആണ് കോട്ടണിലും വീറ്റിലൊക്കെ കാണുന്ന ഹെയറി ലീവ്സ്. ഇപ്പം ലീവ്സിലൊക്കെ ചുറ്റും അവരുടെ ലീവ്സിലൊക്കെ ഹെയർ ഉള്ളതുകൊണ്ട് ഇൻസെക്ട്സിനും പെസ്റ്റിനും പെട്ടെന്ന് പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല.
പിന്നെ സോളിഡ് സ്റ്റെംസ് ഇൻ വീറ്റ്. വീറ്റിന്റെ സ്റ്റെംസ് ഭയങ്കര സോളിഡ് ആയിരിക്കും, അപ്പം അതിന്റെ ചെടീന്റെ ഉള്ളിലോട്ട് കടന്നു ചെല്ലാൻ പറ്റൂല. ആൻഡ് ഓൾസോ സ്മൂത്ത് ലീവ്ഡ് ആൻഡ് നെക്ടർലെസ് കോട്ടൺ വെറൈറ്റീസ്, സോ ദാറ്റ് പെട്ടെന്ന് എല്ലാ ഇൻസെക്ടൊന്നും ഇൻഫെക്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ കുറച്ച് ബയോകെമിക്കൽ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. ഹൈ അസ്പാറ്റിക് ആസിഡ്, ലോ നൈട്രജൻ ആൻഡ് ഷുഗർ കോണ്ടന്റ് ഇൻ മെയ്സ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ കുറെ ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ് വെച്ചിട്ടും അവർ പെസ്റ്റിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാറുണ്ട്. സോ നമ്മള് എന്താ ചോദിച്ചാൽ പ്ലാന്റ് ബ്രീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്ന രണ്ട് ഗ്രൂപ്പ്സിനെ നമ്മൾ തമ്മിൽ ബ്രീഡ് ചെയ്യും, എന്നിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബ്രാസിക്കയിലുള്ളൊരു പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി ആണ് പുസ ഗൗരവ്. ഇറ്റ് ആഫിഡ്സ് എന്ന് പറഞ്ഞ ഇൻസെക്ടിനെതിരെ ഹൈ റെസിസ്റ്റൻസ് കാണിക്കും. അതേപോലെ ഫ്ലാറ്റ് ബീനിലുള്ള രണ്ട് വെറൈറ്റീസ് ആണ്, ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്, പുസ സെം 2, പുസ സെം 3. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് ജാസിഡ്സ്, ആഫിഡ്സ് ആൻഡ് ഫ്രൂട്ട് ബോറർ. അതേപോലെ തന്നെ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഒക്രയിലുള്ള ഹൈബ്രിഡ്സ് പുസ സവാനി, പുസ A4. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ. പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി. ഫുഡിന്റെ ക്വാളിറ്റി, ന്യൂട്രിയൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓവർ 840 മില്യൺ പീപ്പിൾ വേൾഡ് വൈഡ് ലാക്ക് അഡിക്വേറ്റ് ഫുഡ്. പ്രോപ്പർ ഫുഡ് കിട്ടാത്ത ഓൾമോസ്റ്റ് 1 ബില്യണോളം പീപ്പിൾ ഉണ്ട്. ആൻഡ് 3 ബില്യൺ പീപ്പിൾ സഫർ ഫ്രം മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. പ്രോപ്പർ ന്യൂട്രിയൻസ് കിട്ടാറില്ല. അപ്പം ഫുഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതും പ്ലാന്റ് ബ്രീഡിംഗിന്റെ വൺ ഓഫ് ദി മേജർ ഒബ്ജക്റ്റീവ് ആണ്. എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്? പ്രോട്ടീൻ കോണ്ടന്റ്, ഓയിൽ കോണ്ടന്റ്, വൈറ്റമിൻ, പിന്നെ അതേപോലെ മൈക്രോ ന്യൂട്രിയന്റ് ആൻഡ് മിനറൽ കോണ്ടന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത കുറെ വെറൈറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെയ്സ് ഹൈബ്രിഡ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് വിത്ത് അമിനോ ആസിഡ്സ് ലൈക്ക് ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ലൈസീൻ, ട്രിപ്റ്റോഫാൻ എന്നൊക്കെ പറഞ്ഞ അമിനോ ആസിഡ്സ് നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ചില അമിനോ ആസിഡ്സ് ആണ്. പിന്നെ അറ്റ്ലസ് 66, ഇറ്റ് ഇസ് എ ഹൈബ്രിഡ് വീറ്റ് വെറൈറ്റി. ഹൈ പ്രോട്ടീൻ കോണ്ടന്റ് ആണ് ഉള്ളത്. ദെൻ അയോൺ ഫോർട്ടിഫൈഡ് റൈസ്. അയോൺ ഫോർട്ടിഫൈഡ് റൈസിൽ ഹൈ അയോൺ കണ്ടന്റ് ഉണ്ട്, മോർ ദാൻ 5 times ദി അയോൺ കോണ്ടന്റ്. അതേപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെയും കുറെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിത്ത് ഇംപ്രൂവ്ഡ് ന്യൂട്രിയൻ ക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള ക്യാരറ്റ്സ്, സ്പിനച്ച്, പംകിൻ. Then vitamin C enriched ആയിട്ടുള്ള bitter gourd, ബത്വ, mustard, tomato. Iron and calcium enriched ആയിട്ടുള്ള spinach and ബത്വ. Also protein enriched beans such as broad, lub, French and garden peas. ഇതൊക്കെ പ്രോട്ടീൻ enriched ആയിട്ടുള്ള ഡിഫറെന്റ് ബീൻസ് വെറൈറ്റീസ് ആണ്. ഇതൊക്കെ നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്തതാണ്. ഇനി വരുന്നതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പുതിയൊരു കുറച്ച് വളരെ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെയാണ്. അത് നമ്മളിപ്പോ പഠിക്കുകയും ചെയ്തു. ഇംപ്രൂവ് ഫുഡ് ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ഉണ്ട്, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. അപ്പം പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഉള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ചിലപ്പം ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അതായത് നമുക്ക് എത്ര ഫുഡ് ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ പറ്റണമെന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ നിന്ന് പുതിയ ഡയറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അപ്പം അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്. സോ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ മൈക്രോബ്സ് ആണ്. മൈക്രോബിയൽ പ്രോട്ടീൻസ് ക്യാൻ ബി ആൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഫോർ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. അതായത് നമ്മളിപ്പം പൊതുവെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചെടികളെയും പിന്നെ ആനിമൽസിനാണ്. അപ്പം ഇതിൽ നിന്ന് അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് വേറൊരു ന്യൂട്രിയൻ സോഴ്സ് മൈക്രോബ്സ് ആയിട്ടുള്ള സ്പൈറുലീന. ഇതൊക്കെ മൈക്രോബ്സ് ആണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ മൈക്രോ ഓർഗാനിസംസിന്റെ പ്രത്യേകത വെച്ചാൽ അവരുടെ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 250 kilogram കൗ പ്രൊഡ്യൂസേഴ്സ് ഓൺലി 200 gram പ്രോട്ടീൻ പെർ ഡേ. മറിച്ച് ഒരു 250 gram വെയിറ്റ് ഉള്ള മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് നിയർലി 25 tons പ്രോട്ടീൻ പെർ ഡേ. അപ്പം ഒരു മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഈ പ്രോട്ടീൻസ് നമുക്ക് ന്യൂട്രിയൻസ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഡയറ്റിന് വേണ്ടിയിട്ടുള്ള വേറൊരു സോഴ്സ് ആയിട്ട് നമുക്ക് മൈക്രോബ്സിനെ കൺസിഡർ ചെയ്യാം.
ഈ മൈക്രോബ്സിനാണ് നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ മൈക്രോബ്സ് സച്ച് ആസ് സ്പൈറുലീന ക്യാൻ ബി ഗ്രോൺ ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഫോർ പ്രോട്ടീൻ. അപ്പം ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ മൈക്രോബ്സിനൊക്കെ നമുക്ക് വേസ്റ്റ് വാട്ടർ, സ്ട്രോ, മൊളാസസ് പോലെ വളരെ ബേസിക് കണ്ടീഷൻസ് വളർത്താൻ പറ്റും. ഓൾസോ എൻവയൺമെന്റ് പൊല്യൂഷനും കുറവായിരിക്കും. കാരണം അഗ്രികൾച്ചറും കാറ്റിൽ റെയറിംഗ്, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ കാരണം ഒത്തിരി എൻവയൺമെന്റൽ പൊല്യൂഷൻ വരാറുണ്ട്. ഇവര് കാരണമുള്ള കാർബൺ ഫുട് പ്രിന്റും പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും ഒക്കെ വളരെ വളരെ കൂടുതലാണ്. നേരെ മറിച്ച് മൈക്രോബ്സ് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അധികം റിസോഴ്സസ് ആവശ്യമില്ല. ഓൾസോ ഇവരുണ്ടാക്കുന്ന എൻവയൺമെന്റൽ പൊല്യൂഷനും വളരെ കുറവാണ്. പിന്നുള്ളൊരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ. സോ ടിഷ്യൂ കൾച്ചറിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇറ്റ് ഇസ് ദി റീജനറേഷൻ ഓഫ് ഹോൾ പ്ലാന്റ്സ് ഫ്രം എക്സ് പ്ലാന്റ്സ് ഇൻ സ്റ്റെറൈൽ കണ്ടീഷൻസ്. ഒരു ചെടീന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ആ പാർട്ടിനെ നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയാം. ഈ ഒരു ചെറിയൊരു എക്സ്പ്ലാന്റിൽ നിന്ന് നമ്മൾ ആ ചെടീനെ മൊത്തത്തിൽ അങ്ങോട്ട് റീജനറേറ്റ് ചെയ്യുക. ഇതിനാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയാം. സോ വാട്ട് ഇസ് എക്സ്പ്ലാന്റ്? ഇനി ഒരു ടെസ്റ്റ് ട്യൂബില് സ്റ്റെറൈൽ കണ്ടീഷൻസിൽ വളർത്താൻ വേണ്ടി യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് ആക്കി വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്റ്റെമ്മിന്റെ കഷ്ണമായിരിക്കാം, മേ ബി അതൊരു ലീഫിന്റെ ഒരു ചെറിയ കഷ്ണമായിരിക്കാം, ഓർ റൂട്ടിന്റെ ഒരു ചെറിയ സെക്ഷൻ ആയിരിക്കാം. ഇതിനാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയാം. ഈ ഒരു ചെറിയ സെക്ഷനിൽ നിന്ന് നമ്മൾ ആ ചെടീനെ മൊത്തത്തിൽ അങ്ങോട്ട് വളർത്തിയെടുക്കും. ദിസ് ഇസ് റെഫേർഡ് ടു ആസ് ടിഷ്യൂ കൾച്ചർ. ആൻഡ് ഇങ്ങനെ ഒറ്റൊരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലാന്റിൽ നിന്നോ മൊത്തം ചെടീനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ടോട്ടിപൊട്ടൻസി ഇസ് ദി എബിലിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എനി സെൽ ഓർ എക്സ്പ്ലാന്റ്. ഒരു സെല്ലിൽ, ഒരു പ്ലാന്റിൽ ഒത്തിരി തരത്തിലുള്ള സെൽസ് ഉണ്ടായിരിക്കും. ചിലത് സ്റ്റെം സെൽസ് ആയിരിക്കും, ചിലത് റൂട്ട് സെൽസ് ആയിരിക്കും. അപ്പം എല്ലാ തരത്തിലുള്ള സെൽസിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ നടത്തുമ്പോൾ നമ്മൾ ഈ എക്സ്പ്ലാന്റിന് നമ്മൾ ഒരു ന്യൂട്രിയൻ മീഡിയയിലാണ് വളർത്തുന്നത്. സോ ന്യൂട്രിയൻ മീഡിയയിൽ ഒരു കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സുക്രോസ് മെയിൻ എനർജി സോഴ്സ് ആണ്. പിന്നെ ഇനോർഗാനിക് സോൾട്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, ഓൾസോ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സച്ച് ആസ് ഓക്സിൻ, സൈറ്റോകിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു ന്യൂട്രിയൻ മീഡിയത്തിലാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ നടത്തുന്നത്. ആൻഡ് the production of thousands of genetically identical plants in short duration is referred to as micropropagation. ടിഷ്യൂ കൾച്ചറിലുള്ള ടെക്നിക്കാണ് മൈക്രോ പ്രോപ്പഗേഷൻ. അതായത് ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ചെടികളുടെയും ജനിതക ഘടന അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നായിരിക്കും. കാരണം ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരൊറ്റ സെല്ലിൽ നിന്നാണ്. അപ്പൊ എല്ലാ ചെടീന്റെയും ജനറ്റിക് സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ മൈക്രോ പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരൊറ്റ സെല്ലിൽ നിന്ന് തൗസൻഡ്സ് ഓഫ് ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ചെടികൾക്കൊക്കെ ഒരേ ജനറ്റിക് സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ ഇതിന് സോമാ ക്ലോൺസ് എന്നാണ് പറയുന്നത്. ക്ലോൺസ് അല്ലെങ്കിൽ സോമാ ക്ലോൺസ്. ബിക്കോസ് പ്ലാന്റ്, എല്ലാ ചെടികളും പാരന്റ് പ്ലാന്റുമായിട്ട് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. സോ ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ ടൊമാറ്റോ, ബനാന, ആപ്പിൾ പോലത്തെ ഉള്ള കുറെ ഗ്രൂപ്പ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇവരുടെ ചെടികളിലൊക്കെ വൈറസ് ഫ്രീ ആയിരിക്കും. കാരണം കൂടുതലും ചെടീന്റെ വളർച്ച ഒക്കെ നടക്കുന്നത് ചെടികളുടെ അറ്റത്താണ്, പ്ലാന്റിന്റെ ടിപ്പിൽ. അതെ, ഈ ടിപ്പിൽ നമ്മൾ മെറിസ്റ്റെംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മെറിസ്റ്റെംസ് ആണ്. മെറിസ്റ്റെംസിൽ വൈറസിന്റെ ഇൻഫെക്ഷൻ കുറവായിരിക്കും. സോ ടിഷ്യൂ കൾച്ചർ വഴി ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സിലും വൈറസ് ഇൻഫെക്ഷൻ പൊതുവെ കുറവായിരിക്കും. ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷൻ ആണ്. പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷൻ വെച്ചാൽ ഒരു സെല്ലിന്റെ പ്ലാന്റ് സെൽ എടുക്കും. പ്ലാന്റ് സെല്ലിന് ചുറ്റും ഒരു കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ ഉണ്ടായിരിക്കും. ഈ സെൽ വോൾ നമ്മൾ എടുത്തു കളയും ഓരോ ടെക്നിക്സ് വഴി. അതിനുശേഷം ബാക്കിയുള്ള സംഭവത്തിനാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള 2 പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ ഫ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ഡിഫറെന്റ് വെറൈറ്റീസ് ടു ഒബ്റ്റെയിൻ സൊമാറ്റിക് ഹൈബ്രിഡ്സ്. ദിസ് ഇസ് റെഫേർഡ് ടു ആസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിങ് നടത്തുന്നത്. 2 ചെടികൾ ഉണ്ടാവും. ഒരു പ്ലാന്റ് എയും ഉണ്ടാവും, പ്ലാന്റ് ബിയും ഉണ്ടാവും. പ്ലാന്റ് എയിൽ നിന്നുള്ള ഒരു പ്രോട്ടോപ്ലാസ്റ്റും പ്ലാന്റ് ബിയിൽ നിന്നുള്ള പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ ഫ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പോളൻ ഗ്രെയിൻസും പിന്നെ ഓവറിയും തമ്മിലാണ് പറയുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് ഗാമീറ്റിക് സെൽസ് ആണ്. മെയിൽ പോളൻ ഗ്രെയിൻസും പിന്നെ ഫീമെയിൽ ഓവറി എന്ന് പറയുന്നത്.
പക്ഷെ ഇവിടെ നമ്മൾ സൊമാറ്റിക് സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവര് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ കൂടെ ഇൻവോൾവ് ആവാത്ത സെൽസിനാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഈ സെൽസ് വെച്ചിട്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. എന്നിട്ട് നമുക്ക് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടും. ഈ പ്രോട്ടോപ്ലാസ്റ്റിൽ നിന്ന് നമ്മൾ ആ ചെടീനെ മൊത്തത്തിൽ അങ്ങോട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കും. ഇങ്ങനെ കിട്ടുന്ന ഹൈബ്രിഡ്സ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് ദിസ് പ്രോസസ് ഇസ് റെഫർഡ് ടു ആസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് പൊമാറ്റോ. പൊമാറ്റോ നമുക്ക് കിട്ടിയത് ടൊമാറ്റോനെയും പൊട്ടാറ്റോനെയും ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പൊമാറ്റോ കിട്ടിയത്. ബട്ട് ഇതിന്റെ ലിമിറ്റേഷൻ വെച്ചാൽ ഇതുവരെ പൊമാറ്റോ നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടില്ല. സോ ഇതുവരെ കമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. സോ ഇന്നത്തേക്കുള്ള ടോപ്പ് ഇത്രേ ഉള്ളൂ. നമ്മള് അത്യാവശ്യം പഠിച്ചു. ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് കുറെ ടെക്നിക്സ്, ആനിമൽ ബ്രീഡിംഗ്, പോൾട്രി ഫാമിംഗ്, ദെൻ പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിംഗിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ടിഷ്യൂ കൾച്ചർ, സിംഗിൾ സെൽ പ്രോട്ടീൻ, ദെൻ കൺവെൻഷണൽ പ്ലാന്റ് ബ്രീഡിംഗ്, അതോടൊപ്പം അപ്പികൾച്ചർ, അക്വാകൾച്ചർ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. എക്സാമ്പിൾസ് പഠിക്കുക, ടേബിൾസിലുള്ള വെറൈറ്റീസും അതിന്റെ ഏത് ക്രോപ്പ് ആണെന്ന് നോക്കുക, അതിന്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. സോ യാ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ടോപ്പിക്. Thank you, sir. ഓക്കെ. Hello, sir. യാ പറയൂ. Sir, ആ സോമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഷുവർ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ പൊതുവെ ഞാൻ ആദ്യം പറഞ്ഞ പ്ലാൻ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഗാമീറ്റിക് സെൽസ് ആണ്. ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന സെൽസിനാണ് നമ്മൾ ഗാമീറ്റിക് സെൽസ് എന്ന് പറയുന്നത്. മെയിൽസില് പോളൻ ഗ്രെയിൻസും ഫീമെയിൽസിന്റെ ഓവവും തമ്മിലാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തുക. അതിനാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പോളൻ ഗ്രെയിൻസിനെയും ഓവത്തിനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾക്ക് ഏത് സെല്ലിനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ചെടിയിലുള്ള സ്റ്റെം ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇലയിലുള്ള സെല്ലായിരിക്കാം, അല്ലെങ്കിൽ റൂട്ട്സ് ആയിരിക്കാം. ഇതൊന്നും ഗാമീറ്റിക് സെൽസ് അല്ല. ഇതിനെ നമ്മൾ സൊമാറ്റിക് സെൽസ് എന്നാണ് പറയാം. ഈ രണ്ട് സൊമാറ്റിക് സെൽസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. കാരണം ഈ എല്ലാ സെല്ലിന്റെ ഉള്ളിലും DNA ഉണ്ട്. DNA അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം സൊമാറ്റിക് സെൽസ് തമ്മിൽ നമ്മൾ ഫ്യൂസ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെടീനെ മൊത്തത്തിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇത്ര ഓർത്ത് വെക്കുക. സൊമാറ്റിക് സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സൊമാറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ പൊതുവെ അവര് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സെൽസ് അല്ല, അവര് നോർമൽ സെൽസ് ആണ്. അത് ഏത് ഭാഗമായിരിക്കാം, ഇലയായിരിക്കാം, സ്റ്റെം ആയിരിക്കാം, ഇതൊക്കെ സെൽസ് നമ്മൾ സൊമാറ്റിക് സെൽസ് എന്നാണ് പറയുക. അത് തമ്മിലുള്ള ഫ്യൂഷനെയാണ് സൊമാറ്റിക് സെൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, then I guess doubts ഒന്നുമില്ലെങ്കിൽ let's wind up the class then. Thank you for listening. Thank you, sir.